Hi students, welcome back to my online physics class. It's me Srirak, your physics teacher. In the previous class, we discussed about relative density of liquids. Today we are going to start our next topic, which is Pascal's law. Very important, so we can start. Before entering into this topic, I will tell you some common sight in your ഡെയിലി ലൈഫ്. നമ്മുടെ ഡെയിലി ലൈഫിൽ സ്ഥിരം കാണുന്ന ഒരു കാഴ്ച ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എക്സ്കവേറ്റർ കൊണ്ട് വലിയ വലിയ ബിൽഡിങ്ങുകളും അതുപോലെ തന്നെ പാറകളും കല്ലുകളും വലിയ വലിയ ഒബ്ജക്ട്സ് ഒക്കെ എടുത്ത് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കുക, അല്ലെങ്കിൽ ബിൽഡിങ്ങുകൾ പൊളിക്കുക. ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ സാധ്യമാകുന്നത്? എക്സ്കവേറ്റർ കൊണ്ട്, അഥവാ നമ്മൾ പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ JCB എന്ന് പറയില്ലേ, കണ്ടിട്ടില്ലേ? അതുപോലെ തന്നെ JCBയുടെ മറ്റു ഒരുപാട് രൂപങ്ങളുണ്ട്. JCB അതുപോലെ തന്നെ ക്രെയിനുകൾ അല്ലെ, നമ്മൾ വാഹന അപകടങ്ങളൊക്കെ ഉണ്ടായില്ല, ആക്സിഡന്റ്സ് ഒക്കെ ഉണ്ടായാൽ ഈ വെഹിക്കിൾസ് ഒക്കെ പിന്നെ നിവർത്തുന്നതൊക്കെ എന്താണ്? ഈ വലിയ വലിയ ക്രെയിനുകളാണ്. അതുപോലെ തന്നെ മരത്തടികൾ അല്ലെ, വുഡൊക്കെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന എന്താണ്? ക്രെയിനുകളാണ്. നമ്മൾ കണ്ടിട്ടുണ്ടാവും, വലിയ ക്രെയിനും ചെറിയ ക്രെയിനും. അതുപോലെ തന്നെ JCBകൾ അല്ലെ. നമ്മൾ എന്തൊരു കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുകയാണെങ്കിലും അവിടെ എന്തുണ്ടായിരിക്കും? ഒരു എക്സ്കവേറ്റർ ഉണ്ടായിരിക്കും, അതുപോലെ JCB ഉണ്ടായിരിക്കും അല്ലെ. നമ്മൾ ബുൾഡോസർ എന്നൊക്കെ വിളിക്കും അല്ലെ. അപ്പൊ എങ്ങനെയാണ് ഈ JCB ഡ്രൈവർ ഇതൊക്കെ സാധ്യമാക്കുന്നത്? ഹൗ ഇസ് ഇറ്റ് മേഡ് പോസിബിൾ? അത് ഒറ്റ കൈ കൊണ്ട്, ഒരു ലിവർ അല്ലെ, ഒരു ഗിയറിന്റെ ചേഞ്ച് കൊണ്ടാണ് ഇതെല്ലാം സാധ്യമാക്കുന്നത് അല്ലെ. അത്രയും വലിയ വലിയ ഒബ്ജക്ട്സ്, നമ്മളൊരു മനുഷ്യനെ കൊണ്ട് കഴിയാത്ത കാര്യങ്ങളാണ് നമ്മൾ ഒരൊറ്റ ഗിയറിൽ, ഒരു ഗിയർ അങ്ങോട്ട് നീക്കുക, ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് നീക്കുക, നമ്മൾ സാധ്യമാക്കുന്നത്. ക്ലിയർ? അപ്പൊ ആ ലിവർ ഒന്ന് മാറ്റുന്നതിലൂടെ എങ്ങനെയാണ് ഇത് പോസിബിൾ ആവുന്നത്? അപ്പൊ അതിനെ കുറിച്ചാണ് ഈ ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സോ വി ക്യാൻ സ്റ്റാർട്ട് വിത്ത് ആൻ എക്സ്പെരിമെന്റ്. എല്ലാ ടോപ്പിക്കും നമ്മൾ ഒരു എക്സ്പെരിമെന്റ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യാറ്. അതുപോലെ ഈ ടോപ്പിക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഒരു എക്സ്പെരിമെന്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഒരു എക്സ്പെരിമെന്റ് ഈസ് വെരി സിമ്പിൾ എക്സ്പെരിമെന്റ്. ഓക്കെ, നിങ്ങളെ വീട്ടിലൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ്. അവർ എക്സ്പെരിമെന്റ് ഈസ് ദാറ്റ് fill an empty toothpaste tube completely with water and close it tightly. Okay, tight ആയിട്ട് അത് ക്ലോസ് ചെയ്യാം. ക്ലിയർ? Put 2 or 3 holes on the toothpaste tube using a pin. ഒരു പിൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ടൂത്ത്പേസ്റ്റിൽ എന്തുണ്ടാക്കുക? ഹോൾസ് ഉണ്ടാക്കുക, 2-3 ഹോൾസ്. അത് റാൻഡം പൊസിഷൻ എവിടെയായിരിക്കാം. ഓക്കെ, ഇന്ന ഭാഗത്തൊന്നുമില്ല. ഓക്കെ, റാൻഡം ആയിട്ട് എവിടെയെങ്കിലും ആ ടൂത്ത്പേസ്റ്റ് ട്യൂബിൽ എവിടെയെങ്കിലും 2-3 ഹോൾസ് ഫോം ചെയ്യാം. ദെൻ പ്രസ് വിത്ത് യുവർ ഫിംഗർ അറ്റ് എനിവെയർ ഓഫ് ദി ട്യൂബ് ആൻഡ് വാച്ച്. എന്താ പറഞ്ഞ നമ്മുടെ എക്സ്പെരിമെന്റ് എന്താണ്? അതായത് കാലിയായിട്ടുള്ള ഒരു ടൂത്ത്പേസ്റ്റ് ട്യൂബില് കംപ്ലീറ്റ് ആയിട്ട് വാട്ടർ ഫിൽ ചെയ്യാം അല്ലെ. വാട്ടർ ഫിൽ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ആ ടൂത്ത്പേസ്റ്റ് ട്യൂബിന്റെ എവിടെയെങ്കിലും റാൻഡം ആയിട്ട് ഏതെങ്കിലും ഭാഗത്ത് 2-3 ഹോൾസ് ഉണ്ടാക്കുക. ഒരു പിൻ ഉപയോഗിച്ചിട്ട് ഹോൾസ് 2-3 ഹോൾസ് ഉണ്ടാക്കുക. ദെൻ പ്രസ് വിത്ത് യുവർ ഫിംഗർ അറ്റ് എനിവെയർ ഓഫ് ദി ട്യൂബ്. ട്യൂബിന്റെ ഏതെങ്കിലും ഭാഗത്ത് നിങ്ങൾ ഫിംഗർ ഉപയോഗിച്ചൊന്ന് പ്രസ് ചെയ്യുക. വാട്ട് ഈസ് യുവർ ഒബ്സർവേഷൻ? എന്തായാലും നമ്മൾ നിരീക്ഷണം. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അല്ലെ. ജസ്റ്റ് ഒന്ന് കൺസിഡർ ചെയ്യാം, ടൂത്ത്പേസ്റ്റ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇതൊരു ടൂത്ത്പേസ്റ്റ് ട്യൂബ് ആണെന്ന് ജസ്റ്റ് ഒന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഒരു എംപ്റ്റി ടൂത്ത്പേസ്റ്റ് ട്യൂബ് ആണ്. എവിടെയെങ്കിലും റാൻഡം ആയിട്ട് ഹോൾസ് ഉണ്ടാവും. ഓക്കെ, റാൻഡം ആയിട്ട് ഞാനിവിടെ ഒരു 5 ഹോൾസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിൽ വാട്ടർ ഫിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ടൂത്ത്പേസ്റ്റിനുള്ളിൽ എന്താണ്? വാട്ടർ ആണ്. വാട്ടർ ഫിൽ ചെയ്ത് നന്നായിട്ട് ടൈറ്റ് ആയി ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിന്റെ ടോപ്പ് കൊണ്ട് തന്നെ നന്നായിട്ട് ടൈറ്റ് ആയി ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഞാനിത് എന്റെ കൈ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണേ? ഈ ടൂത്ത്പേസ്റ്റിന്റെ ഏതെങ്കിലും ഭാഗത്ത് പ്രസ് ചെയ്യാണ്. ഓക്കെ, പ്രസ് with our finger at anywhere of the tube.
Okay, what is our observation? The water will come out from all the holes in the tube. ട്യൂബിലുള്ള എല്ലാ ഹോൾസിലൂടെയും എന്ത് പുറത്തേക്ക് വരും? വാട്ടർ പുറത്തേക്ക് വരും അല്ലെ? അറ്റ് ദി സെയിം ടൈം. ഓക്കെ, എല്ലാം ഒരേ സമയം നമ്മൾ ഈ ടൂത്ത് പേസ്റ്റ് ട്യൂബിന്റെ ഏത് ഭാഗത്ത് നമ്മൾ പ്രസ് ചെയ്താലും ഒരേ സമയം എല്ലാ ഹോൾസിലൂടെയും വാട്ടർ പുറത്തേക്ക് ഇങ്ങനെ പുറത്തേക്ക് തെറിച്ചു വരുന്നതായിട്ട് നമുക്ക് സീൻ ചെയ്യാൻ കഴിയും. ക്ലിയർ? സോ ടൂത്ത് പേസ്റ്റ് ട്യൂബിന്റെ ഏത് ഭാഗത്ത് പ്രസ് ചെയ്താലും എല്ലാ ഹോൾസിലൂടെയും അറ്റ് ദ സെയിം ടൈം എല്ലാ ഹോൾസിലൂടെയും വാട്ടർ പുറത്തേക്ക് തെറിച്ചു വരും. ക്ലിയർ? വാട്ടർ വിൽ കം ഔട്ട് ഫ്രം ആൾ ദി ഹോൾസ് ഇൻ ദ ട്യൂബ്. ഓക്കെ, എല്ലാ ഹോൾസിലൂടെയും വാട്ടർ പുറത്തേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം, വീട്ടിൽ ചെയ്ത് നോക്കാം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ്. ഓക്കെ, ഇതിനായിട്ട് ഇനി പുതിയ ടൂത്ത് പേസ്റ്റ് വാങ്ങുമൊന്നും വേണ്ട. കാലിയായിട്ടുള്ള ടൂത്ത് പേസ്റ്റ് ട്യൂബ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാം. ക്ലിയർ? ഇനി എം ടി ടൂത്ത് പേസ്റ്റ് ട്യൂബ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ രാവിലെ ഒന്നും പല്ലേക്കാറില്ലേ? പല്ലേക്കുമ്പോ നിങ്ങൾ നേരെ ഓടി വന്നിട്ട് ടൂത്ത് പേസ്റ്റ് എടുക്കും, ആണ് പ്രസ് ചെയ്യും അല്ലെ? എവിടെ പ്രസ് ചെയ്യാറ്? ഏതെങ്കിലും പൊസിഷൻ അറ്റ് എനി വെയർ ഓഫ് ദി ടൂത്ത് പേസ്റ്റ് ട്യൂബ്. ടൂത്ത് പേസ്റ്റ് ട്യൂബിന്റെ ഏതെങ്കിലും ഭാഗത്താണ് നിങ്ങൾ പ്രസ് ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യും? പേസ്റ്റ് പുറത്തേക്ക് വരാറില്ല. അപ്പൊ എവിടെ പ്രസ് ചെയ്താലും എന്ത് ചെയ്യുന്നുണ്ട്? പേസ്റ്റ് പുറത്തേക്ക് വരുന്നുണ്ട്. ഇന്ന ഭാഗത്ത്, അതായത് നിങ്ങൾ ടോപ്പിന്റെ ഇവിടെയാണോ പ്രസ് ചെയ്യുക? ചിലർ ഇവിടെ പ്രസ് ചെയ്യും, ചിലർ സെന്ററിൽ പ്രസ് ചെയ്യും, ചിലർ ടോപ്പിൽ ഇവിടെ പോയി പ്രസ് ചെയ്യും. അപ്പൊ നല്ലൊരു ടൂത്ത് പേസ്റ്റ് ട്യൂബ്, അതായത് കംപ്ലീറ്റ് ആയിട്ട് ഫില്ലായിട്ട് ടൂത്ത് പേസ്റ്റ് ട്യൂബ് ആണെങ്കിൽ നമ്മൾ എവിടെ പ്രസ് ചെയ്താലും വരും. പിന്നെ അത്യാവശ്യം വളരെ കുറഞ്ഞ എമൗണ്ട് കാര്യമാവാനായിട്ടുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് അടിഞ്ഞ് ഇവിടെ വരെ എത്തിച്ചിട്ട് കിട്ടുള്ളൂ അല്ലെ? അപ്പൊ നമ്മൾ പുതിയൊരു ടൂത്ത് പേസ്റ്റ് ട്യൂബ് വാങ്ങുകയാണെങ്കിൽ അതിന്റെ ഏത് പൊസിഷനിൽ നമ്മൾ പ്രസ് ചെയ്താലും എന്ത് പുറത്തേക്ക് വരും? ടൂത്ത് പേസ്റ്റ് പുറത്തേക്ക് വരും. ഇതേപോലെ തന്നെയാണ് ഓയിന്റ്മെന്റ് അല്ലെ? നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന ഓയിന്റ്മെന്റ് എവിടെ പ്രസ് ചെയ്താൽ എന്ത് വരും? ഓയിന്റ്മെന്റ് പുറത്തേക്ക് വരും. പ്രസ് ചെയ്യാൻ മീൻസ് നമ്മളൊരു പ്രഷറാണ് അപ്ലൈ ചെയ്യുന്നത്. സോ എവിടെ പ്രഷർ കൊടുത്താലും പുറത്തേക്ക് വരുന്നുണ്ട്. ക്ലിയർ? സോ ലെറ്റ്സ് ഡു അനദർ എക്സ്പെരിമെന്റ്. ക്ലിയർ? സോ ഈ എക്സ്പെരിമെന്റ് വീട്ടിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക്, അഥവാ ഈ നമ്മൾ എംപ്റ്റി ആയിട്ടുള്ള ടൂത്ത് പേസ്റ്റ് ട്യൂബ് ഇല്ലാത്തവർക്ക് എന്ത് ചെയ്താൽ മതി? രാവിലെ നിങ്ങൾ പല്ലേക്കാൻ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്താൽ മതി. നിങ്ങൾ എവിടെയാണ് പ്രസ് ചെയ്ത്, എവിടെ പ്രസ് ചെയ്താലും വരുന്നുണ്ടോ ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, പറ്റ കാലിയായ എംപ്റ്റി ആവാനായ ടൂത്ത് പേസ്റ്റിലൊന്നും ഇത് പോസിബിൾ ആയിരിക്കില്ല. കാരണം നമ്മൾ ഇവിടെ കൊണ്ടുപോയി നെക്കിയാലൊന്നും പുറത്തേക്ക് വരില്ല. കാരണം എന്താ? അതിൽ സാധനം ഇല്ല. ഓക്കെ, പേസ്റ്റ് ഇല്ല, ടൂത്ത് പേസ്റ്റ് ഇല്ല, അതുകൊണ്ടാണ്. ഓക്കെ, അത്യാവശ്യം ഉള്ള ഒരു ടൂത്ത് പേസ്റ്റിനെ എവിടെ നമ്മൾ പ്രസ് ചെയ്താലും എന്ത് വരും? പേസ്റ്റ് പുറത്തേക്ക് വരും. ഓക്കെ, തീരെ ഇല്ലെങ്കിൽ എന്ത് ചെയ്യുള്ളൂ? നമ്മൾ അടിയിന്ന് നെക്കേണ്ടി വരും. അടിയിന്ന് പ്രസ് ചെയ്തിട്ട് ഇവിടെ വരെ എത്തിച്ചിട്ട് കിട്ടുള്ളൂ. ക്ലിയർ? നിങ്ങൾ ഒന്ന് നോക്കുക. ഓക്കെ, നാളെ തന്നെ എന്ത് ചെയ്യാം? നിങ്ങളൊന്ന് ജസ്റ്റ് രാവിലെ പല്ലേക്കാൻ നേരത്ത് ഒന്ന് ഈ കാര്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ക്ലിയർ? സോ ലെറ്റ്സ് ഡു അനദർ എക്സ്പെരിമെന്റ്. നമുക്കൊരു വേറൊരു എക്സ്പെരിമെന്റ് ചെയ്യാം. ഇത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ചീവ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, നിങ്ങൾ ഡെയിലി ലൈഫിൽ നിങ്ങൾ തന്നെ പല കുട്ടികളും ചെയ്യാറുള്ള ഒരു എക്സ്പെരിമെന്റ്, നിങ്ങൾ അറിയാതെ നിങ്ങൾ ചെയ്യുന്ന ഒരു എക്സ്പെരിമെന്റ് എന്ന് ഞാൻ പറഞ്ഞു തരണം. ഓക്കെ, അപ്പോ അടുത്ത എക്സ്പെരിമെന്റിലേക്ക് പോകും. ഒന്നുമില്ല, ഒരു കവർ എടുക്കാം. നിങ്ങൾ വീട്ടിലേക്ക് ഇംഗ്ലീഷ് മീനുകളൊക്കെ എങ്ങനെ കൊണ്ടുവരാറ്? കവറിൽ ആണ് കൊണ്ടുവരാറ് അല്ലെ? കവറിലെ വെള്ളത്തിൽ ആണ് മീനെ കൊണ്ടുവരാറ്. അതേപോലെ ഒരു കവറിൽ വെള്ളം എടുക്കുക. ഓക്കെ, ഫിൽ ആൻഡ് ക്യാരി ബാഗ് വിത്ത് കംപ്ലീറ്റ്ലി വാട്ടർ. ഓക്കെ, കംപ്ലീറ്റ് വേണ്ട, ജസ്റ്റ് ഹാഫ് മതി. ഓക്കെ, fill the half of the carry bag with water. So the plastic carry bag is filled with water. വാട്ടർ കൊണ്ട് ഫിൽ ചെയ്യാം, ഹാഫ് മതി. എന്നിട്ട് എന്ത് ചെയ്യാം? ജസ്റ്റ് നന്നായിട്ട് ടൈറ്റ് ആയിട്ട് അത് ക്ലോസ് ചെയ്യാം. നന്നായിട്ടൊന്ന് ടൈ ചെയ്യാം, നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം അതിന്റെ മുകൾ ഭാഗം. ഓക്കെ, നമ്മൾ മീനൊക്കെ കൊണ്ടുവരുന്ന പോലെ തന്നെ റബ്ബർ ഇട്ടാലും മതി, എങ്ങനെയെങ്കിൽ നന്നായിട്ടൊന്ന് കെട്ടി ചെയ്താൽ മതി. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം? റാൻഡം ആയിട്ട് ഇപ്പൊ എന്തുണ്ട്? നമ്മുടെ കയ്യിൽ പ്ലാസ്റ്റിക് ക്യാരി ബാഗിൽ എന്തുണ്ട്? വാട്ടർ ഉണ്ട് അല്ലെ? എന്നിട്ട് ഒരു പിൻ ഉപയോഗിച്ചിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ പ്ലാസ്റ്റിക് ക്യാരി ബാഗിന്റെ റാൻഡം ആയിട്ട് എനിവേർ, എവിടെയെങ്കിലും റാൻഡം ആയിട്ട് ഒരേപോലെ എന്ത് ചെയ്യുക? ഡോട്ട്സ് ഇടുക. വലിയ ഡോട്ട്സ് വേണ്ട, ജസ്റ്റ് ഒരു പിന്ന്, സേഫ്റ്റി പിന്ന് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? റാൻഡം ആയിട്ട് ഹോൾസ് ഫോം ചെയ്യുക. വാട്ട് ഈസ് യുവർ ഒബ്സർവേഷൻ? എന്തായിരിക്കും നമ്മുടെ നിരീക്ഷണം? ഓക്കെ, ജസ്റ്റ് നമ്മളൊന്ന് വരച്ചു നോക്കാം. ഇതിലാണ് വാട്ടർ, ഇവിടെ ഞാൻ ടൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, വാട്ടർ ആണെങ്കിൽ ഞാൻ റാൻഡം ആയിട്ട് നിന്നിട്ട് ഹോൾസ് ഫോം ചെയ്യും. ഓക്കെ, വാട്ട് ഈസ് യുവർ ഒബ്സർവേഷൻ? ഈ ഹോൾസിലൂടെ ഒക്കെ എന്ത് ചെയ്യും? വാട്ടർ സെയിം ടൈമിൽ പുറത്തേക്ക് വരും അല്ലെ? ദ വാട്ടർ വിൽ കം ഔട്ട് ഫ്രം ആൾ ഹോൾസ്
ഇൻ ദ ക്യാരി ബാഗ് അല്ലെ. ക്യാരി ബാഗിലുള്ള എല്ലാ ഹോൾസിലൂടെയും വാട്ടർ പുറത്തേക്ക് വരും. ക്ലിയർ. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഇതിന്റെ കവർ നമ്മൾ വാട്ടർ പുറത്തേക്ക് വരുന്നതോടെ എന്ത് ചെയ്യും, ഇതിലുള്ള വാട്ടറിന്റെ ലെവല് കുറഞ്ഞു വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഈ കവർ ഒന്ന് നന്നായിട്ട് ടൈറ്റ് ചെയ്യാം, അല്ലെങ്കിൽ കവറിന്റെ ഏതെങ്കിലും ഭാഗത്തൊന്ന് പ്രസ് ചെയ്യാം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പ്രസ് വിത്ത് യുവർ ഫിംഗർ അറ്റ് എനിവെയർ ഓഫ് ദി ക്യാരി ബാഗ്. ഓക്കെ, ക്യാരി ബാഗിന്റെ ഏതെങ്കിലും ഭാഗത്ത് നിങ്ങളുടെ കൈ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ വിരൽ ഉപയോഗിച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്യാം. വാട്ട് ഈസ് ഓബ്സർവേഷൻ? അതായത് എല്ലാ ഹോൾസിലൂടെയും വരുന്ന വാട്ടറിന്റെ സ്പീഡ് കൂടും അല്ലെ. അതായത് എല്ലാ ഹോൾസിലൂടെയും വരുന്ന വാട്ടറിന്റെ സ്പീഡ് കൂടും. ഇന്ന ഹോളൊന്നുമില്ല, ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഹോൾസിലൂടെ മാത്രം എല്ലാ വാട്ടർ പുറത്തേക്ക് വരിക, എല്ലാ ഹോൾസിലൂടെയും വരുന്ന വാട്ടറിന്റെ ഫ്ലോ സ്പീഡ് കൂടും അല്ലെ. ദ സ്പീഡ് ഓഫ് ഫ്ലോ ഓഫ് ദി വാട്ടർ വിൽ ഇൻക്രീസ് അല്ലെ. അതായത് ഹോൾസിലൂടെ പുറത്തു വരുന്ന വാട്ടറിന്റെ സ്പീഡ് ഇൻക്രീസ് ആവും. ഓക്കെ, വാട്ട് ഈസ് ദ റീസൺ? ഓക്കെ, എന്തായിരിക്കും കാരണം? അതായത് നമ്മൾ എവിടെ കൊടുത്താലും എല്ലാ ഹോൾസിലൂടെയും വരുന്ന വാട്ടറിന്റെ സ്പീഡ് കൂടുന്നുണ്ട് അല്ലെ. അതിന് നമ്മൾ സ്ട്രീമിംഗ് ഫ്ലോ എന്ന് പറയാം. ഓക്കെ, സോ ദർ ആർ ഐഡന്റിക്കൽ സ്ട്രീംസ് ഓഫ് വാട്ടർ ഫ്രം ദി ആൾ ദി ഹോൾസ്. അതായത് എല്ലാ ഹോൾസിലൂടെയും വരുന്ന വാട്ടർ എന്തായിരിക്കും ഐഡന്റിക്കൽ ആയിട്ട് സ്ട്രീമിംഗ് ഫ്ലോ എന്ന് നമ്മൾ പറയാം. അതായത് ഒരേപോലെയുള്ള ഫ്ലോ ആയിട്ടുണ്ടാവാം. ഓക്കെ, ഒരു ഡെഫിനറ്റ് ആയിട്ട് ഹോളിലൂടെ മാത്രം സ്പീഡിൽ വരിക എന്നല്ല, എല്ലാ ഹോൾസിലൂടെയും ഒരേ സ്പീഡിൽ വരും. നമ്മളെ പാമ്പ് ഉപയോഗിച്ച് നമ്മൾ പ്രസ് ചെയ്താൽ സ്പീഡ് കൂടും, നമ്മൾ കൈ ബാക്കോട്ട് എടുത്താൽ എന്ത് ചെയ്യും, അതിന്റെ സ്പീഡ് കുറയും അല്ലെ. അപ്പൊ നമ്മൾ പ്രസ് ചെയ്താൽ, നമ്മൾ പാമ്പ് ഉപയോഗിച്ചിട്ട് ഏതെങ്കിലും ഭാഗത്ത് പ്രസ് ചെയ്താൽ എന്ത് ചെയ്യും, എല്ലാ ഹോൾസിലൂടെയുള്ള വാട്ടറിന്റെ ഫ്ലോ സ്പീഡ് ഇൻക്രീസ് ആവും. സോ എല്ലാ ഹോൾസിലൂടെയും വരുന്ന വാട്ടറിന്റെ സ്പീഡ് ഇൻക്രീസ് ആവുന്നുണ്ട്, ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഭാഗത്ത് മാത്രമല്ല ഇൻക്രീസ് ആവുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന ഭാഗത്ത് വാട്ടറിന്റെ ഈ ക്യാരി ബാഗിന്റെ ഇന്ന ഭാഗത്ത് നമ്മൾ പ്രഷർ കൊടുക്കണം അല്ലെങ്കിൽ പ്രസ് ചെയ്യണമെന്നില്ല, എവിടെ പ്രസ് ചെയ്താലും എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ ഭാഗത്തിലൂടെയും വരുന്ന വാട്ടറിന്റെ ഫ്ലോ ഇൻക്രീസ് ആവുന്നുണ്ട്. ക്ലിയർ? സോ ദിസ് ഈസ് യുവർ സെക്കൻഡ് എക്സ്പെരിമെന്റ്. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞത് ഏറ്റവും ക്യാച്ചീവ് ആയിട്ടുള്ള ഒരു, നിങ്ങൾ അറിയാതെ ചെയ്യുന്ന ഒരു എക്സ്പെരിമെന്റ് ഉണ്ട്. നിങ്ങൾ എല്ലാവരും കടയിലൊക്കെ, ആൺകുട്ടികളൊക്കെ ആണെങ്കിൽ കടയിലൊക്കെ പോകുന്ന പിള്ളേരാണ്, പെൺകുട്ടികളാണെങ്കിൽ ഇനി ചെയ്ത് നോക്കാം. ഓക്കെ, നിങ്ങൾ കടയിലൊക്കെ പോകുമ്പോൾ കോക്കനട്ട് ഓയില്, അതുപോലെ തന്നെ പാം ഓയില്, അതുപോലെ തന്നെ മിൽക്ക്, ഓക്കെ, ഇതൊക്കെ എങ്ങനെ നമുക്ക് എങ്ങനത്തെ കവറിലാണ് കിട്ടാം, ഒരു സ്ക്വയർ ഷേപ്പിലുള്ള കവറിലായിരിക്കും കിട്ടാം അല്ലെ. ഇതിപ്പോ ഓയിലാണെന്ന് വിചാരിക്കാം, ഓയിൽ. ഓക്കെ, ഒരു സ്ക്വയർ ഷേപ്പിലുള്ള അങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക് കവറിൽ ഫിക്സഡ് പാക്ക് ആയിട്ട് വരും അല്ലെ, പാക്ക് ചെയ്തിട്ട് വരിക, അല്ലാതെ അവിടെ നമുക്ക് തൂക്കി തരാറല്ല ചെയ്യാറ് അല്ലെ. സോ 500 ml ആണെങ്കിൽ ഫിക്സഡ് പാക്കറ്റ് ആയിരിക്കും, അതുപോലെ തന്നെ 1 ലിറ്ററിന്റെ ആണെങ്കിൽ ഫിക്സഡ് പാക്കറ്റ് ആയിരിക്കും അല്ലെ. അപ്പോ ഒരു ഡെഫിനറ്റ് പാക്സ് ആയിട്ടാണ് വരിക, 500 ml, അതുപോലെ തന്നെ 1 ലിറ്റർ ഇങ്ങനെയൊക്കെ ആയിട്ടാണ് വരാറ് അല്ലെ. അപ്പൊ നമുക്ക് എത്രയാണോ ആവശ്യം നമ്മളത് വാങ്ങും. ഇത് വാങ്ങിയിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ, ഞാനൊക്കെ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ഞാൻ ചെയ്തിരുന്ന ഒരു കാര്യമാണ്, ഇത് വാങ്ങി വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഇതിന്റെ 4 കോണും, ഓക്കെ, ഇതിന്റെ 4 കോണും നമ്മൾ ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്ക് ഞാൻ പ്രസ് ചെയ്യാണ്, ഉള്ളിലേക്ക് പ്രസ് ചെയ്യും. ചില കുട്ടികളൊക്കെ ചെയ്തിട്ടുള്ള എക്സ്പെരിമെന്റ് ആണ്, അവർക്ക് ഇതിന്റെ പ്രിൻസിപ്പിൾ അറിയില്ല എന്ന് മാത്രം. നമ്മൾ ചെയ്യാതെ ചെയ്യുന്ന ഒരു പാസ്കൽ പ്രിൻസിപ്പിൾ ആണ്. ക്ലിയർ? സോ നമ്മൾ ഇതിന്റെ പ്രിൻസിപ്പിൾ അറിയാതെ ചെയ്യുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ് ഇത്. ഈ ഓയിൽ പാക്കിന്റെ 4 കോൺസ് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക. ഓക്കെ, ഉള്ളിൽ ലിക്വിഡ് ആണ്, അപ്പൊ നമ്മൾ ജസ്റ്റ് ഉള്ളിലേക്ക് ആക്കി കൊടുത്താൽ എന്താവും, ആ കോണുകളൊക്കെ ഒന്ന് ഉള്ളിലേക്കായിട്ടുണ്ട്. ക്ലിയർ? എന്നിട്ട് നമ്മൾ ഈ ഓയിലിന്റെ ഏതെങ്കിലും ഭാഗത്ത് പ്രസ് വിത്ത് യുവർ ഫിംഗർ അറ്റ് എനിവെയർ ഓഫ് ദി ഓയിൽ പാക്ക്. ഓയിൽ പാക്കിന്റെ ഏതെങ്കിലും ഭാഗത്ത് നിങ്ങളുടെ ഫിംഗർ ഉപയോഗിച്ച് ഒന്ന് പ്രസ് ചെയ്യുക. ഓക്കെ, വാട്ട് ഈസ് യുവർ ഒബ്സർവേഷൻ? എന്തായാലും നമ്മുടെ നിരീക്ഷണം, അതായത് നമ്മൾ ഉള്ളിലേക്കാക്കിയ ഈ കോണുകളൊക്കെ അറ്റ് ദ സെയിം ടൈം, നമ്മൾ ഉള്ളിലേക്കാക്കിയ ഈ കോണുകളൊക്കെ അറ്റ് ദ സെയിം ടൈം, അറ്റ് ദ സെയിം സ്പീഡ് ഇതെല്ലാം എന്ത് ചെയ്യും, പുറത്തേക്കാണ്ട് തെറിച്ചു വരും. ക്ലിയർ? ഇറ്റ് വിൽ കം ഔട്ട്. ഓക്കെ, ഉള്ളിലേക്ക് നമ്മൾ ആക്കിയ ഈ കോണുകളൊക്കെ ജസ്റ്റ് ഒരേ സമയം 4 ഒപ്പം എന്ത് ചെയ്യും, പുറത്തേക്ക് അങ്ങോട്ട് പഴയ പോലെ തന്നെ ആയിട്ട് വരും. ഓക്കെ, വാട്ട് ഈസ് ദ റീസൺ? നമ്മൾ നേരത്തെ ചെയ്ത എക്സ്പെരിമെന്റിന്റെ അതേ പ്രിൻസിപ്പിൾ ആണ് ഇതിലേക്ക് വരുന്നത്. അതായത് നമ്മൾ എവിടെ ഒരു പ്രഷർ കൊടുത്താലും നമ്മൾ ആദ്യം ചെയ്ത ഉള്ളിലേക്ക് ആക്കിയ ഭാഗങ്ങളൊക്കെ വീണ്ടും പഴയ പോലെ തന്നെ വരുന്നുണ്ട്. ഓക്കെ, ഇനി ഇതേ എക്സ്പെരിമെന്റ് ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നു. പക്ഷെ ഞാൻ എടുക്കുന്നത് എന്താണ്, ഓയിലല്ല, സോൾട്ട്, ഉപ്പ്. ഉപ്പിന്റെ പാക്കറ്റ് വാങ്ങാറില്ലേ, സ്പ്രിംഗിന്റെ ഉപ്പുണ്ട്, നൈനാസിന്റെ ഉപ്പുണ്ട്, അങ്ങനെ പലതരം കമ്പനികളുടെ ഉപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലെ. കടയിൽ വാങ്ങുമ്പോൾ പേരുകളൊക്കെ ഒന്ന് നോക്കാം. ഓക്കെ, ഈ ഉപ്പിന്റെ പാക്കറ്റ്
ജസ്റ്റ് ഇതേപോലെ വാങ്ങുക, 4 മൂലയും ഇതേപോലെ നമ്മൾ ഉള്ളിലാക്കുക. കുറച്ച് പ്രയാസം ഉണ്ടാവും, കാരണം ഉള്ളിൽ എന്താണ്, ഉപ്പാണ്, ഇതിനത്ര സുഖം ഉണ്ടായിരിക്കില്ല. ഓക്കെ, അത്ര ഈസി ആയിട്ട് ഉള്ളിലേക്ക് ആക്കാൻ പറ്റില്ല. എന്നാലും എന്താക്കുക, നമ്മൾ ഇതിന്റെ ഈ 4 കോൺസും എന്ത് ചെയ്യുക, ജസ്റ്റ് ഇതിന്റെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് സാൾട്ടിന്റെ ഏതെങ്കിലും ഭാഗത്ത് പ്രസ് വിത്ത് യുവർ ഫിംഗർ അറ്റ് എനിവെയർ ഓഫ് ദി സാൾട്ട് പാക്ക്. ഓക്കെ, സാൾട്ട് പാക്കിന്റെ ഏതെങ്കിലും ഭാഗത്ത് നിങ്ങളുടെ വിരൽ ഉപയോഗിച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്യാം. ഈ 4 കോൺസും പുറത്തേക്ക് വരും? നോ, നെവർ. ഇറ്റ് വിൽ നോട്ട് കം ഔട്ട്. അതായത് ഈ 4 കോൺസും പുറത്തേക്ക് വരില്ല. വാട്ട് ഈസ് ദ റീസൺ? എന്തായിരിക്കും കാരണം? അതായത് ഓയിൽ ചെയ്യുമ്പോൾ നമ്മൾ ഈ 4 കോൺസും പുറത്തേക്ക് വരുന്നുണ്ട്, എന്നാൽ സാൾട്ട് ചെയ്തപ്പോൾ പുറത്തേക്ക് വരുന്നില്ല. ദ മെയിൻ റീസൺ ഈസ് ഹിയർ solid substance. Salt is a solid substance. അല്ലെ, സോളിഡ് ആകുമ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ കൊടുത്ത പ്രഷർ അവിടെ കിട്ടുന്നില്ല. എന്നാൽ ഓയിൽ ആണെങ്കിലോ ലിക്വിഡ് ആണ്. ലിക്വിഡ്, ക്ലിയർ? സോ ലിക്വിഡിൽ നമ്മൾ എവിടെ പ്രഷർ കൊടുത്താൽ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ആ പ്രഷർ എല്ലാ ഭാഗത്തും കിട്ടുന്നുണ്ട്. അല്ലെ, നമ്മൾ ഈ ഓയിൽ പാക്കറ്റ് ഏത് ഭാഗത്തും പ്രസ് ചെയ്താലും ഈ 4 കോൺസും വീണ്ടും പഴയ പോലെ തന്നെ ആയി വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ വാട്ടറിന്റെ കേസ് നമ്മൾ പാമ്പ് ഉപയോഗിച്ചിട്ട് ഈ ക്യാരി ബാഗിൽ എവിടെ പ്രസ് ചെയ്താലും വാട്ടർ അറ്റ് ദ സെയിം ടൈം അറ്റ് ദ സെയിം സ്പീഡ്, ഒരേ സ്പീഡിൽ എല്ലാ ഹോൾസിലൂടെയും പുറത്തേക്ക് വരുന്നുണ്ട്. ഓക്കെ, സോ ഇതിനുള്ള റീസൺ ആണ് പാസ്കൽ ലോയിലൂടെ നമ്മൾ ലേൺ ചെയ്യാൻ പോകുന്നത്. ക്ലിയർ? സോ വി ക്യാൻ ഡിഫൈൻ പാസ്കൽ ലോ. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലായിട്ടുണ്ടാവും ഈ ഒരൊറ്റ 2 എക്സാമ്പിളിലൂടെ. ഓക്കെ, ഈ ഒരു എക്സാമ്പിളിലൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പാസ്കൽ ലോ ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതായത് ലിക്വിഡ്സിൽ നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്താൽ, ഓക്കെ, നമ്മൾ പ്രസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ ഒരു പ്രഷറാണ് അപ്ലൈ ചെയ്യുന്നത്. ലിക്വിഡ്സിൽ പ്രഷർ അപ്ലൈ ചെയ്താൽ ആ പ്രഷർ ലിക്വിഡിന്റെ എല്ലാ ഭാഗത്തും കിട്ടുന്നുണ്ട്. ക്ലിയർ? എന്നാൽ സോളിഡിലാണെങ്കിലോ കിട്ടുന്നുണ്ടോ? ഇല്ല. നമ്മൾ സാൾട്ട്, ഞാൻ പറഞ്ഞു സാൾട്ടിന്റെ 4 കോൺസ് നിങ്ങൾ കടയിൽ നിന്ന് സാൾട്ടൊക്കെ വാങ്ങി വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഓയിൽ വരുമ്പോൾ ചെയ്ത് നോക്കുക. പക്ഷെ ഓയിലാണ് നശിപ്പിക്കരുത്. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ നഖൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളാണ് പ്രസ് ചെയ്യുമ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക. ഓക്കെ, ഹാൻഡിൽ എടുത്തേക്ക്. ഓക്കെ, അപ്പൊ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം. നന്നായിട്ട് പ്രഷർ കൊടുക്കുന്നതാണ്, ജസ്റ്റ് കയ്യിലൊന്ന് പ്രസ് ചെയ്താൽ 4 കോൺസ് പുറത്തേക്ക് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓയിലാണ്. പ്ലീസ് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. ഓക്കെ, നിങ്ങളുടെ സ്വന്തം റിസ്കിൽ ചെയ്യാം. ഇനി സാൾട്ട് ആണെങ്കിലോ, സാൾട്ട് ആണെങ്കിൽ പേടിക്കാനൊന്നുമില്ല കേട്ടോ. നിങ്ങൾ എത്ര പ്രസ് ചെയ്തിട്ടും കാര്യമില്ല, ആ 4 കോൺസും പുറത്തേക്ക് വീഴില്ല. ഓക്കെ, ഞാൻ പണ്ട് ചെറിയ കുട്ടികളൊക്കെ ചെയ്യുന്ന ഒരു എക്സ്പെരിമെന്റ് ആയിരുന്നു. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റിയൊരു എക്സാമ്പിൾ ആണ് ഇത്. സോ ഇതിൽ നിന്ന് നമുക്ക് പാസ്കൽ ലോ ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതായത് ലിക്വിഡില് ഏതെങ്കിലും ഒരു ഓയിൽ വേണമെന്നില്ല കേട്ടോ, മിൽക്ക്, ഓക്കെ, അതുപോലെ തന്നെ കോക്കനട്ടില്, അതുപോലെ തന്നെ പാം ഓയിൽ, എന്തായാലും പറ്റും, ഒരു ലിക്വിഡ് ആയാൽ മതി. ക്ലിയർ? ജസ്റ്റ് വാട്ടർ ആയാലും മതി. വാട്ടർ വെച്ച് നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്തു. ഓക്കെ, സോ നമുക്ക് ഈ ഒരു എക്സാമ്പിൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പാസ്കൽ ലോ ഡിഫൈൻ ചെയ്യാൻ പറ്റും. വാട്ട് ഈസ് പാസ്കൽ ലോ? അതായത് നമ്മൾ ഒരു ലിക്വിഡിൽ പ്രഷർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലും ഭാഗത്ത്, നോട്ട് ദ പോയിന്റ്, ഓക്കെ, ഒരു ലിക്വിഡിന്റെ ഏത് ഭാഗത്ത് പ്രഷർ അപ്ലൈ ചെയ്താലും ആ പ്രഷർ ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ആ ലിക്വിഡിന്റെ എല്ലാ ഭാഗത്തേക്കും ഈക്വൽ ആയിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഒരു ഡെഫിനറ്റ് അല്ല, അതായത് നമ്മൾ അപ്ലൈ ചെയ്ത പൊസിഷൻ, ഞാനിപ്പോ ഇവിടെയാണ് പ്രഷർ അപ്ലൈ ചെയ്തെങ്കിൽ ഇവിടെ മാത്രമല്ല പ്രഷർ കിട്ടുന്നത്, എല്ലാ ഭാഗത്തും കിട്ടുന്നുണ്ട്. ഞാൻ ഇവിടെ പ്രസ് ചെയ്താലും ഈ 4 കോൺസും പുറത്തേക്ക് വരും. ഓക്കെ, സോ നമ്മൾ ലിക്വിഡിന്റെ എവിടെ പ്രഷർ കൊടുത്താലും ആ പ്രഷർ ലിക്വിഡിന്റെ മൊത്തത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ലിക്വിഡിന്റെ എല്ലാ ഭാഗത്തേക്കും ആ പ്രഷർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ദിസ് ഈസ് പാസ്കൽ ലോ. സോ നമുക്ക് പാസ്കൽ ലോ ഒന്ന് ഡിഫൈൻ ചെയ്യാം, ഒന്ന് വൃത്തിയായിട്ട് ഡിഫൈൻ ചെയ്യാം. സോ വി ക്യാൻ ഡിഫൈൻ ദാറ്റ് പാസ്കൽസ് ലോ ഈസ് സ്റ്റേറ്റ്സ് ദാറ്റ് the pressure applied at any point of a liquid at rest in a closed system will be experienced equally at all parts of the liquid. That is, നമ്മൾ ഒരു ലിക്വിഡിന്റെ ഏതൊരു പോയിന്റിൽ പ്രഷർ അപ്ലൈ ചെയ്താലും the condition is which is closed at rest. അല്ലെ, റെസ്റ്റില് ക്ലോസ്ഡ് സിസ്റ്റത്തിൽ, ക്ലോസ്ഡ് മീൻസ് എന്തായിരിക്കണം, ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിനുള്ളിലായിരിക്കണം എന്തായിരിക്കണം നമ്മുടെ ലിക്വിഡ് ഉണ്ടായിരിക്കേണ്ടത്. എക്സാമ്പിൾ ഒരു ഓയിൽ പാക്ക്, ഓക്കെ, റെസ്റ്റ് ആണ്, ക്ലോസ്ഡ് സിസ്റ്റം ആണ്. ദാറ്റ് ഇസ് ദ കണ്ടീഷൻ. ക്ലിയർ? അപ്പോ
ക്ലോസ്ഡ് സിസ്റ്റത്തിലുള്ള റെസ്റ്റിലിരിക്കുന്ന ഒരു ലിക്വിഡിന്റെ ഏതൊരു പോയിന്റിൽ പ്രഷർ അപ്ലൈ ചെയ്താലും ആ പ്രഷർ ആ ലിക്വിഡിലെ എല്ലാ ഭാഗത്തും എല്ലാ പാർട്സിലും ഈക്വൽ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യും. ദിസ് ഈസ് പാസ്കൽ ലോ. Once again, Pascal law states that the pressure applied at any point of a liquid at a rest in a closed system will be experienced equally at all part of the liquid. Clear? So this is Pascal law. So Pascal law obeys only liquids. Liquids മാത്രമേ Pascal law obey ചെയ്യുന്നുള്ളൂ. Clear? സോ സോളിഡ്സില് പാസ്കൽ ലോ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു സാൾട്ട് പാക്കറ്റിന്റെ 4 കോൺസും ഉള്ളിലേക്ക് ആക്കിയിട്ട് നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്താൽ അത് തിരിച്ച് പഴയ പോലെ ആവാത്തതിന്റെ റീസൺ അതാണ്. സോ ലിക്വിഡ്സിൽ മാത്രമേ എന്ത് പോസിബിൾ ആവുള്ളൂ, പാസ്കൽ ലോ പോസിബിൾ ആവുള്ളൂ. സോ പാസ്കൽ ലോ ഈസ് ഓൺലി ഫോർ ലിക്വിഡ്സ്. പാസ്കൽ ലോ ഫോർ ലിക്വിഡ്സ്. ലിക്വിഡ്സിൽ മാത്രമേ പാസ്കൽ ലോ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ. ക്ലിയർ? സോ ലെറ്റ്സ് ഡു അനദർ എക്സ്പെരിമെന്റ്. ഒരു ചെറിയൊരു എക്സ്പെരിമെന്റ് കൂടി നമുക്ക് നോക്കാം. ജസ്റ്റ് ലിക്വിഡ്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രഷർ അപ്ലൈ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒരു സിറിഞ്ചിൽ നമുക്ക് എന്ത് എടുക്കാം, ടേക്ക് എ സിറിഞ്ച്, ഒരു കായുള്ള സിറിഞ്ച് എടുക്കാം. അതിന്റെ സൂചിയൊക്കെ ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യാം, ഇതാണ് പിസ്റ്റൺ. ഓക്കെ, ഈ പിസ്റ്റൺ ഇതിൽ എന്ത് ചെയ്യുക, വാട്ടർ ഫില്ല് ചെയ്യാം. ഇതിൽ വാട്ടർ ഫില്ല് ചെയ്യുക. വാട്ടർ ഫില്ല് ചെയ്യുക എന്നിട്ട് ഇതിന്റെ മുകൾ ഭാഗം എന്ത് ചെയ്യുക, നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. ഓക്കെ, നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. സോ ഇത് എന്താണ്, ഒരു ക്ലോസ്ഡ് സിസ്റ്റം ആണ്, റെസ്റ്റ് ആണ്. ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഇവിടെ പ്രഷർ അപ്ലൈ ചെയ്യാൻ പോവാണ്. സോ ഞാൻ ഈ പിസ്റ്റൺ മുകളിലേക്ക് പ്രസ് ചെയ്താൽ എന്താ സംഭവിക്കുക, അക്കോർഡിംഗ് ടു പാസ്കൽ ലോ ഈ വാട്ടറിൽ എന്ത് ചെയ്യും, ഞാൻ അപ്ലൈ ചെയ്യുന്ന പ്രഷർ എല്ലാ ഭാഗത്തും കിട്ടും. സോ ഇതിന്റെ വോളിയം ഡിക്രീസ് ചെയ്യും, ഓർ വോളിയം ഇൻക്രീസ് ചെയ്യും. വോളിയത്തിന് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവും. അതായത് ഇതിലുള്ള വാട്ടറിന്റെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ വാട്ടറിന്റെ വോളിയം കൂടുമോ അതോ കുറയുമോ, എന്തെങ്കിലും സംഭവിക്കും. ഇതിന്റെ വോളിയത്തിന് എന്തെങ്കിലും സംഭവിക്കും. ഓക്കെ, ദാറ്റ് ഈസ് മൈ ക്വസ്റ്റ്യൻ. ഇതാണ് എന്റെ ചോദ്യം. എന്തായിരിക്കും നമ്മുടെ ഒബ്സർവേഷൻ? ഇറ്റ്സ് നത്തിങ് ബട്ട് നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്താൽ ഈ പിസ്റ്റൺ നമ്മൾ ക്ലോസ് ചെയ്ത് മാറാൻ പൊട്ടിപ്പോകും, അല്ലെങ്കിൽ പിസ്റ്റൺ തന്നെ പൊട്ടിപ്പോകും. അത്രേ ഉണ്ടാവും. അല്ലാതെ വോളിയം ഇൻക്രീസ് ചെയ്യുക വോളിയം ഡിക്രീസ് ചെയ്യുക ചെയ്യുന്നില്ല. ക്ലിയർ? അതിന് പാസ്കൽ ലോ അപ്ലൈ ചെയ്താൽ എന്ത് ചെയ്യുന്നില്ല, വോളിയത്തിന് ഒരു ചേഞ്ചും ഉണ്ടാകാൻ പോകുന്നില്ല. ക്ലിയർ? സോ പാസ്കൽ ലോ അപ്ലൈ ചെയ്താൽ ലിക്വിഡ്സിന്റെ വോളിയം ചേഞ്ച് ചെയ്യാൻ പോകുന്നില്ല. വോളിയം ഇൻക്രീസും ചെയ്യുന്നില്ല, വോളിയം ഡിക്രീസും ചെയ്യുന്നില്ല. ഓൺലി നമ്മൾ എന്താ ചെയ്യുന്നത്, അതിന് അപ്ലൈ ചെയ്യുന്ന പ്രഷർ ഈക്വൽ ആയിട്ട് എല്ലാ ഭാഗത്തും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അത്രയേ ഉള്ളൂ. അല്ലാതെ വോളിയത്തിന് ഒരു ചേഞ്ചും ഉണ്ടായിരിക്കില്ല. സോ വി ക്യാൻ ഡിഫൈൻ ദാറ്റ് വോളിയം ഓഫ് എ ലിക്വിഡ് cannot be changed using pressure. This is the basis of Pascal law. Okay, ഇതാണ് എന്ത്, പാസ്കൽ ലോയുടെ ബേസിസ്. ഓക്കെ, പാസ്കൽ ലോ ഒബേ ചെയ്യാനുള്ള ബേസിക് കാര്യം എന്ന് പറയുന്നത് ഇതാണ്. അതായത് നമ്മൾ ഒരു ലിക്വിഡിലെ പ്രഷർ അപ്ലൈ ചെയ്താൽ അതിന്റെ വോളിയത്തിന് ഒരു ചേഞ്ച് ഉണ്ടായിരിക്കില്ല. സോ നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രഷർ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും, നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രഷറെ അത് എല്ലാ ഭാഗത്തേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ആ ലിക്വിഡിൽ അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അല്ലാതെ അത് വോളിയം ചേഞ്ച് ചെയ്യാൻ യൂസ് ചെയ്യുന്നില്ല. ക്ലിയർ? സോ വോളിയം cannot be changed using pressure in a liquid. ഓക്കെ, ഒരു ലിക്വിഡിന്റെ വോളിയം നമുക്ക് പ്രഷർ യൂസ് ചെയ്തിട്ട് വോളിയം ചേഞ്ച് സാധിക്കില്ല. ക്ലിയർ? ദിസ് ഈസ് ദ ബേസിസ് ഓഫ് പാസ്കൽ ലോ. ഓക്കെ, ഇതാണ് പാസ്കൽ ലോയുടെ ബേസിക് എന്ന് പറയുന്നത്. സോ നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രഷർ എന്ത് ചെയ്യും, ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. സോ അവിടെ വോളിയത്തിന് ഒരു ചേഞ്ചും ഉണ്ടായിരിക്കില്ല. ക്ലിയർ? സോ സം certain devices which is constructed on the basis of Pascal's law are hydraulic brake in vehicles, hydraulic press, hydraulic jack, etc. നിങ്ങളൊക്കെ കണ്ടിട്ടുള്ള സംഭവം തന്നെയാണ്. അതിൽ നിങ്ങൾ വർക്ക്ഷോപ്പിലൊക്കെ പോയാൽ നമ്മൾ പഞ്ചറായ വണ്ടികളൊക്കെ എങ്ങനെ നമ്മൾ നന്നാക്കുക, അതൊന്ന് പൊന്തിക്കണമെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ എഞ്ചിനൊക്കെ ഒന്ന് അടിഭാഗം വണ്ടിയുടെ അടിവശത്തേക്ക് ഒന്ന് നമ്മൾ പോയിട്ട് നന്നാക്കണമെങ്കിൽ നമ്മൾ ആ ജസ്റ്റ് വണ്ടി ഒന്ന് പൊന്തിക്കണം. പൊന്തിക്കാൻ വേണ്ടി എല്ലാവരും കൂടി ഇങ്ങനെ പൊന്തിച്ചു പിടിക്കാറോ ചെയ്യാറ് അല്ല, ജസ്റ്റ് ഉരുട്ടിക്കൊണ്ടുവന്നൊരു ഒരു ഇരുമ്പിന്റെ ഒരു ചെറിയൊരു ടയറൊക്കെ ഉള്ള ചെറിയൊരു സാധനമുണ്ട്.
ഓക്കെ, അതാണ് ഹൈഡ്രോളിക് ജാക്ക്. ഈ ഹൈഡ്രോളിക് ജാക്ക് കൊണ്ടിട്ട് വണ്ടിയുടെ അടിവശത്ത് വെച്ചിട്ടുണ്ട് ഏത് ഭാഗമാണ് പൊന്തിക്കേണ്ടത് അവിടെ വെക്കും. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ലിവർ ഉണ്ട്, ആ ലിവർ ജസ്റ്റ് നമ്മുടെ കൈ കൊണ്ട് തന്നെ താത്താനും പൊന്തിക്കാനും പറ്റും. ഓക്കെ, ജസ്റ്റ് നമ്മൾ അതിങ്ങനെ മുകളിലോട്ട് താഴോട്ട് നടക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യും, അവിടെ വലിയൊരു പ്രഷറാണ് കിട്ടുന്നത്. ജസ്റ്റ് നമ്മൾ ഇവിടെ ചെറിയൊരു പ്രഷർ നമ്മൾ കൊടുക്കുന്നുള്ളൂ. സോ അവിടെ നമ്മൾ ഈ പ്രഷർ ഉപയോഗിച്ചിട്ട് തന്നെ ആ വെഹിക്കിളിന്റെ ആ ഭാഗം പൊങ്ങി വരും. ക്ലിയർ? അതായത് ആ ഇരുമ്പ് പൊങ്ങുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, നമ്മുടെ വെഹിക്കിൾ പൊങ്ങും. സോ നമ്മൾ അതിനുള്ളിൽ എന്തുണ്ട്, ഒരു ലിക്വിഡ് ഉണ്ട്. സോ അവിടെ ലിക്വിഡിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ വാട്ടർ ഉപയോഗിച്ചാൽ എന്ത് ചെയ്യില്ല, അത്ര ഈസി ആയിട്ട് അത് പൊങ്ങിയില്ല. സോ അവിടെ യൂസ് ചെയ്യുന്ന ലിക്വിഡ്സിന് എന്തുണ്ട്, ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് നിങ്ങൾ ഹയർ സ്റ്റഡീസിൽ പഠിക്കും. സോ നിങ്ങൾക്ക് ജസ്റ്റ് പാസ്കൽ ലോ മാത്രമേ പഠിക്കാനുള്ളൂ. സോ ജസ്റ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ തന്നെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ആ വെഹിക്കിള് പൊങ്ങി വരുന്നുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ ചെറിയ പ്രഷർ കൊടുക്കുമ്പോൾ തന്നെ ആ വെഹിക്കിള് പൊങ്ങി വരാൻ ആവശ്യമായ ഫോഴ്സ് അവിടെ കിട്ടുന്നുണ്ട്. ക്ലിയർ? സോ അതാണ് എന്ത് ഹൈഡ്രോളിക് ജാക്ക് എന്ന് പറയുന്നത്. ഇനി ഹൈഡ്രോളിക് ബ്രേക്ക്. ഹൈഡ്രോളിക് ബ്രേക്ക് അറിയാം നിങ്ങൾ, വലിയ വലിയ വാഹനങ്ങൾ അല്ലെ, ഭാരത് ബെൻസിന്റെയും മഹീന്ദ്രയുടെയും വലിയ വലിയ ലോറികളൊക്കെ, അത്രയും വലിയ ലോറികളൊക്കെ ജസ്റ്റ് അവരുടെ കാലുകൊണ്ട് ജസ്റ്റ് ഇപ്പോ അതൊന്നും വേണ്ട, നമ്മളെ വണ്ടി എത്ര സ്പീഡിൽ പോണ വണ്ടിയും നമ്മുടെ കാലില് നമ്മുടെ ലെഗുകളിൽ ഒരൊറ്റ പ്രസ്സിൽ ആ വലിയൊരു വാഹനം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ദിസ് ഈസ് ഓൺ ദ ബേസിസ് ഓഫ് പാസ്കൽ ലോ. ഈ ഹൈഡ്രോളിക് ബ്രേക്കും എന്താണ്, പാസ്കൽ ലോ വെച്ചിട്ടാണ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. അത് ജസ്റ്റ് ഇവിടെ നമ്മൾ കാലിൽ ചെറിയൊരു പ്രഷർ കൊടുക്കുമ്പോൾ അത്രയും വലിയൊരു വെഹിക്കിൾ അവിടെ സ്റ്റോപ്പ് ആവണം. അപ്പൊ നമ്മൾ ഇവിടെ ചെറിയൊരു പ്രഷർ കൊടുക്കുമ്പോൾ ആ വെഹിക്കിള് സ്റ്റോപ്പ് ചെയ്യാൻ മാത്രം ഫോഴ്സ് അപ്പുറത്ത് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് ഇനി നമുക്ക് നോക്കാറുള്ളത്. ഇനി അതുപോലെ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ ഹൈഡ്രോളിക് വാഷിംഗ് കേട്ടിട്ടുണ്ടാവും അല്ലെ. അതായത് സർവീസ് സ്റ്റേഷനിലൊക്കെ പോയാൽ, ഇപ്പോൾ കാറ് അതുപോലെ തന്നെ എല്ലാ വാഹനങ്ങളും സർവീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയാൽ അത് അവര് വെഹിക്കിൾ പോകും, വണ്ടിന്റെ അടിഭാഗം ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ കഴുകാൻ ചളികളൊക്കെ ഉണ്ടെങ്കിൽ കഴുകാനൊക്കെ വെഹിക്കിള് പൊന്തിക്കാറുണ്ട്. ഇതും സെയിം പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് അവിടെ വർക്ക് ആവുന്നത്. ഓക്കെ, പാസ്കൽ ലോ വെച്ചിട്ടാണ് അവിടെയും നമ്മുടെ വെഹിക്കിൾസ് പൊന്തിക്കുന്നത്. അത് ജസ്റ്റ് ഒരു ചെറിയ പ്രഷർ കൊടുത്താൽ ആ വെഹിക്കിൾ ഒന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. ക്ലിയർ? സോ ഇതൊക്കെ എന്താണ്, പാസ്കൽ ലോ വെച്ചിട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഡിവൈസുകളാണ്. ഓക്കെ, അപ്പോ ചെറിയൊരു പ്രഷർ കൊടുത്താൽ തന്നെ വലിയ വാഹനങ്ങൾ നമുക്ക് പൊന്തിക്കാൻ പറ്റുന്നുണ്ട്. സോ അതൊക്കെ എന്താണ്, പാസ്കൽ ലോയുടെ യൂസസ് ആണ്. ക്ലിയർ? സോ നമുക്ക് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഒരു എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാം. ടെക്സ്റ്റ് ബുക്കിലുള്ള എക്സ്പെരിമെന്റ് തന്നെയാണ്. ഓക്കെ, ഞാനിവിടെ 2 സിറിഞ്ച് എടുക്കുന്നുണ്ട്, സിറിഞ്ച് ട്യൂബ്. ഓക്കെ, എംപ്റ്റി ആയിട്ടുള്ള സിറിഞ്ച് ട്യൂബാണ്, സൂചിക്ക് ഒഴിവാക്കിയുള്ള സിറിഞ്ച് ട്യൂബാണ്. ഈ സിറിഞ്ച് ട്യൂബിന് ഒരു ചെറിയ യു ഷേപ്പിലുള്ള പൈപ്പ്, ചെറിയ പൈപ്പ് മറ്റൊരു സിറിഞ്ചുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. സെയിം സൈസിലുള്ള സിറിഞ്ചാണ്, സെയിം സൈസാണ്. So this is our experiment setup. ഇതാണ് നമ്മുടെ എക്സ്പെരിമെന്റൽ സെറ്റപ്പ്. ഓക്കെ, സോ we can discuss some questions. Okay, ഈ എക്സ്പെരിമെന്റ് വെച്ചിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ is that press slightly on the end x. x എന്ന എൻഡിലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ what do you observe? എന്തായിരിക്കും നമ്മുടെ ഒബ്സർവേഷൻ? ജസ്റ്റ് ഇവിടെ നമ്മൾ പ്രസ് ചെയ്താൽ എന്തായിരിക്കും, ഇവിടെ റൈസ് ആവില്ലേ? ഓക്കെ, ഇവിടെ നമ്മൾ പ്രസ് ചെയ്താൽ എന്ത് ചെയ്യും, നമ്മൾ കൊടുക്കുന്ന പ്രഷർ, ഓക്കെ, ഇതിനെന്താണ്, വാട്ടറാണ്, രണ്ടിലും എന്താണുള്ളത്, വാട്ടറാണ്. സോ നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രഷർ വാട്ടറിൽ എല്ലായിടത്തും ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഇതിലൊക്കെ എന്തുണ്ട്, വാട്ടർ ഉണ്ട്. ഓക്കെ, ഇവിടൊക്കെ എന്തുണ്ട്, വാട്ടർ ഉണ്ട്. ക്ലിയർ? ഇവിടെ വാട്ടർ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ വാട്ടർ ഫിൽ ആവുമല്ലോ. സോ നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രഷർ വാട്ടറിന്റെ എല്ലാ ഭാഗത്തും ഇവിടെയൊക്കെ പ്രഷർ കിട്ടും, ഇവിടെയും എത്തും.
ക്ലിയർ? അതായത് ഞാൻ ഇവിടെ ഒന്ന് പ്രസ് ചെയ്താൽ എന്ത് ചെയ്യും? ഈ ഭാഗം ഓട്ടോമാറ്റിക്കലി എത്രയാണോ ഞാൻ ഇവിടെ പ്രസ് ചെയ്ത് അതിനനുസരിച്ച് ഇവിടെ റൈസ് ചെയ്യും. ക്ലിയർ? വാട്ട് ഈസ് ദ റീസൺ? ഇതിനുള്ളിലൊക്കെ എന്താ ഫിൽ ചെയ്തിട്ടുള്ളത്? വാട്ടർ ആണ്. അക്കോർഡിംഗ് ടു പാസ്കൽ ലോ ഒരു ലിക്വിഡിന്റെ ഏത് പോയിന്റ് പ്രഷർ അപ്ലൈ ചെയ്താലും ആ പ്രഷർ ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. സോ ഇവിടെ ഒക്കെ വാട്ടർ ഉണ്ട്. സോ ഇവിടെ ഈ സിറിഞ്ചിലുള്ള വാട്ടർ വരെ എന്ത് ചെയ്യും? ഞാൻ അപ്ലൈ ചെയ്ത പ്രഷർ ഡിസ്ട്രിബ്യൂട്ട് ആവും. സോ ഇതെന്ത് ചെയ്യും? ഇവിടുത്തെ വാട്ടർ ലെവലാണ് ഇൻക്രീസ് ആവും. ദാറ്റ് ഈസ് വൈ റൈസ് ആവും. സോ വെൻ വി പ്രസ് ഓൺ ദി എൻഡ് എക്സ്, the end y also rises. അതായത് x എന്ന എൻഡിൽ നമ്മൾ പ്രസ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി y എന്ന പിസ്റ്റൺ എന്ത് ചെയ്യും? y എന്ന ഭാഗത്തുള്ള പിസ്റ്റൺ റൈസ് ചെയ്യും. ക്ലിയർ? Or second question is bring the ends x and y to the same level. Okay, ഇവിടെ അപ്ലൈ ചെയ്ത പ്രഷർ ഞാൻ റിമൂവ് ചെയ്താലോ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? അത് രണ്ടും സെയിം ലെവലിലേക്ക്, ഓൾറെഡി പഴയ ലെവലിലേക്ക്, ഓൾഡ് പൊസിഷനിലേക്ക് എത്തിച്ചേരും. ക്ലിയർ? സോ എക്സ് വൈ എന്ത് ചെയ്യാം? ഓൾഡ് പൊസിഷനിലേക്ക്, പഴയ ലെവലിലേക്ക് കൊണ്ടുവരാം. ബ്രിങ് ദ എൻഡ്സ് എക്സ് ആൻഡ് വൈ ടു ദ സെയിം ലെവൽ. പ്ലേസ് എ സ്ലോട്ടഡ് വെയിറ്റ് ഓഫ് 1 ന്യൂട്ടൺ. 1 ന്യൂട്ടൺ എന്ന് വെച്ചാൽ 100 ഗ്രാം വെയിറ്റ് ആണ്. അറ്റ് ദി എൻഡ് ഓഫ് എക്സ്, വാട്ട് ഹാപ്പൻസ് അറ്റ് ദി എൻഡ് വൈ? അതായത് ഞാൻ ഇവിടെ പ്രസ് ചെയ്യുന്നതിന് പകരം എക്സ് എന്ന എൻഡില് 1 ന്യൂട്ടൺ വെയിറ്റ് ഉള്ള ഒബ്ജക്റ്റ്, ഞാൻ പറഞ്ഞു കഴിഞ്ഞ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, വെയിറ്റിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്, മാസിന്റെ യൂണിറ്റ് ആണ് കിലോഗ്രാം. ക്ലിയർ? സോ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ ആണ് കേട്ടോ. സോ 1 ന്യൂട്ടൺ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 100 ഗ്രാം വെയിറ്റ് എന്ന് പറയും. 100 ഗ്രാം വെയിറ്റ്. സോ 1 ന്യൂട്ടൺ വെയിറ്റ് ഉള്ള ഒബ്ജക്റ്റ് ഇവിടെ വെക്കുക. എക്സ് എൻഡിൽ 1 ന്യൂട്ടൺ അപ്ലൈ ചെയ്യാം. ക്ലിയർ? വാട്ട് ഹാപ്പൻസ് അറ്റ് ദി എൻഡ് വൈ? വൈ എന്ന ഭാഗത്ത് എന്തായിരിക്കും ഒബ്സർവ് ചെയ്യാൻ പറ്റുക? നേരത്തെ അതേപോലെ തന്നെ അല്ലെ? എന്ത് ചെയ്യും? ഇവിടെ 1 ന്യൂട്ടൺ അപ്ലൈ ചെയ്താൽ സെയിം 1 ന്യൂട്ടൺ ഫോഴ്സ് ഇവിടെ കിട്ടും. സോ വൈ എന്ത് ചെയ്യും? പ്രൊപ്പോർഷൻ നമ്മൾ എത്ര 1 ന്യൂട്ടൺ കൊടുത്താൽ 1 ന്യൂട്ടൺ ഇവിടെ റൈസ് ചെയ്യും. 1 ന്യൂട്ടൺ ഫോഴ്സ് ഇവിടെ സെയിം ഫോഴ്സ് ഇവിടെ കിട്ടും. സോ എന്ത് ചെയ്യും? ഇത് റൈസ് ചെയ്യും. ക്ലിയർ? അതായത് എക്സ് എന്ന എൻഡില് 1 ന്യൂട്ടൺ വെയിറ്റ് നമ്മൾ അപ്ലൈ ചെയ്താൽ അതേ 1 ന്യൂട്ടൺ ഫോഴ്സ്, ഓക്കെ, ഫോഴ്സിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ ആണ്, മറക്കണ്ട. സോ നമ്മൾ 1 ന്യൂട്ടൺ വെയിറ്റ് ഇവിടെ അപ്ലൈ ചെയ്താൽ 1 ന്യൂട്ടൺ ഫോഴ്സ് നമുക്ക് ഇവിടെ കിട്ടും. സോ വൈ എൻഡിൽ എന്ത് ചെയ്യും? റൈസ് ചെയ്യും. ഇവിടെ നമ്മൾ പ്രഷർ കൊടുത്തു, ഇവിടെ 1 ന്യൂട്ടൺ വെയിറ്റ് വെച്ചപ്പോൾ ആ പ്രഷർ ഇവിടെ കിട്ടി. സോ ഇതെന്ത് ചെയ്യും? താഴേക്ക് പ്രസ് ആവും, ഇതെന്ത് ചെയ്യും? റൈസ് ചെയ്യും. ക്ലിയർ? സോ 1 ന്യൂട്ടൺ നമ്മൾ ഇവിടെ പ്രഷർ അപ്ലൈ ചെയ്താൽ ആ പ്രഷർ എന്ത് ചെയ്യും? ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് ഇവിടെ കിട്ടും. സോ വൈ എൻഡ് അതിന് പ്രൊപ്പോർഷൻ ആയിട്ട് 1 ന്യൂട്ടൺ തന്നെ ഇവിടെ റൈസ് ആവും. ക്ലിയർ? Or next question is place a weight of 1 ന്യൂട്ടൺ at the end y as well. What do you observe now? അതായത് ഇവിടെ 1 ന്യൂട്ടൺ വെയിറ്റ് ഉള്ള ഒബ്ജക്റ്റ് വെച്ചു എന്നാണ്. ഇതേ 1 ന്യൂട്ടൺ ഒബ്ജക്റ്റ് വൈയിലും വെച്ചു ഞാൻ. ഓക്കെ, 1 ന്യൂട്ടൺ ഒബ്ജക്റ്റ് വൈയില് വെച്ചു. അപ്പൊ രണ്ട് ഭാഗത്ത് എന്ത് ചെയ്തു? 1 ന്യൂട്ടൺ അപ്ലൈ ചെയ്തു. എന്തായിരിക്കും ഒബ്സർവേഷൻ? ഏത് ഭാഗം പോകും, ഏത് ഭാഗം താഴ്ന്നിരിക്കും? ഓക്കെ, ദാറ്റ് ഈസ് മൈ ക്വസ്റ്റ്യൻ. ഫോർ ആൻസർ ഈസ് എന്താണ്? സെയിം ലെവലിലേക്ക് നിൽക്കുക. കാരണം എന്താ? ഇവിടെയും സെയിം ഫോഴ്സ് ആണ്, ഇവിടെയും സെയിം ഫോഴ്സ് ആണ്. ക്ലിയർ? രണ്ട് ഭാഗത്തും സെയിം ന്യൂട്ടൺ ഉള്ള 1 ന്യൂട്ടൺ വെയിറ്റ് ആണ് രണ്ട് ഭാഗത്തും അപ്ലൈ ചെയ്തില്ലേ. സോ രണ്ടും ഒരേ ലെവലിലേക്ക് നിൽക്കുക, ഏത് ഭാഗം മുങ്ങിയിരിക്കില്ല. ഓക്കെ, ക്ലിയർ? സോ ദിസ് ഈസ് ഓർ ആൻസർ. രണ്ടും സെയിം ലെവലിലായിരിക്കും ഉണ്ടായിരിക്കും. Our next question is then replace the syringe X with one having slightly smaller diameter and repeat the activity. Are you able to balance with 1 Newton at Y? Question is that. Then replace the ഇപ്പോ പറഞ്ഞു രണ്ട് ഭാഗം എന്താണ്? 1 Newton ആണ്, രണ്ടും സെയിം ലെവലിലാണ് നിൽക്കുന്നത്. Then replace the syringe X with one having slightly smaller diameter and repeat the activity. അതായത് എക്സ് എന്ന ഭാഗം സിറിഞ്ചിന്റെ ഡയമീറ്റർ കുറയ്ക്കുക, അതായത് സിറിഞ്ച് മാറ്റുക. ഇപ്പൊ രണ്ടും സെയിം സിറിഞ്ച് ആണ്, എല്ലാം സെയിം ആണ്. ഇനി എന്ത് ചെയ്യാണ്? എക്സ് എന്ന ഭാഗത്തിലെ ഡയമീറ്റർ ചുരുക്കി, ഹൈറ്റ് സെയിം ആണ്, ഡയമീറ്റർ അതായത് ഇതിനേക്കാളും വണ്ണം കുറഞ്ഞ ഡയമീറ്റർ കുറഞ്ഞ
സിറിഞ്ച് എടുക്കാം. സോ ഇവിടെ ഡയമീറ്റർ കൂടുതലാണ്, ഡയമീറ്റർ കുറവാണ്, വാട്ടർ ലെവൽ സെയിം ആണ്. ഓക്കെ, ക്ലിയർ. സോ ഡയമീറ്റർ കുറയ്ക്കാം, എക്സ് എന്ന ഭാഗത്ത് ഡയമീറ്റർ കുറയ്ക്കാം. ആൻഡ് റിപ്പീറ്റ് ദ ആക്ടിവിറ്റി. എന്ത് ചെയ്യാം, നമ്മുടെ ആക്ടിവിറ്റി അതായത് നമ്മുടെ എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്യാനാണ് പറയുന്നത്. സോ ഇവിടെ എന്ത് ചെയ്യൂ, ഡിഫറെന്റ് ആയി എന്ത് നമ്മുടെ ഏരിയ, സിറിഞ്ചിന്റെ ഏരിയ ആണ് ഡിഫറെന്റ് ആയിരിക്കും. ഏരിയ ഇവിടെ കുറവാണ്. സോ ഈ ഹൈറ്റില് കിട്ടണമെങ്കിൽ എന്തായിരിക്കും, വളരെ കുറച്ച് ഇവിടെ എമൗണ്ട് കുറവായിരിക്കും. ക്ലിയർ. കാരണം രണ്ട് ഭാഗത്തെയും ഏരിയ, അതായത് ഹൈറ്റ്, ഏരിയ ഡയമീറ്റർ കുറച്ചതിനനുസരിച്ച് ഞാൻ ഹൈറ്റ് കൂട്ടിയില്ല, ഡയമീറ്റർ കുറച്ച് ചെയ്തത്. ക്ലിയർ. ഇവിടെ ഒരു മാറ്റം വരുത്തിയിട്ടില്ല. സോ എവിടെ ഏരിയ കുറവ്, എക്സ് എന്ന ഭാഗത്ത് എന്താണ് ഇപ്പോ ഏരിയ കുറവാണ്. സോ അതിനനുസരിച്ചുള്ള ലിക്വിഡ് അതിനുള്ളിൽ ഉണ്ടായിരിക്കുള്ളൂ. ക്ലിയർ. ഇവിടെ എന്തായിരിക്കും, ലിക്വിഡ് കൂടുതലായിരിക്കും. സോ ഇപ്പൊ ബാലൻസിൽ നിൽക്കുകയാണ്, ബാലൻസിൽ നിൽക്കുന്ന അതേ പൊസിഷനിൽ ഞാൻ എന്ത് ചെയ്തു, ഇതിന്റെ ഡയമീറ്റർ കുറച്ചിട്ട് വെച്ചു. വാട്ട് ഈസ് ഫോർ ഒബ്സർവേഷൻ? ഇതിന് ബാലൻസിങ് പോവോ അതോ ആ ബാലൻസ് തന്നെ നിൽക്കോ? വാട്ട് ഈസ് യുവർ ആൻസർ? ഓക്കെ, ഇതിന്റെ ബാലൻസിങ് ഓട്ടോമാറ്റിക്കലി എന്തായാലും പോയിരിക്കും. കാരണം രണ്ട് ഭാഗത്തും സെയിം സിറിഞ്ച് ആയാലേ സെയിം ഫോഴ്സ് രണ്ടും അപ്ലൈ ചെയ്ത് കിട്ടുള്ളൂ. ക്ലിയർ. ഇവിടെ എക്സ് എന്ന ഭാഗത്തെ സിറിഞ്ചിന്റെ ഏരിയ ഞാൻ കുറച്ചിട്ടുണ്ട്. സോ ഏത് സിറിഞ്ച് ആയിരിക്കും റൈസ് ചെയ്യുക, ഏത് സിറിഞ്ച് ആയിരിക്കും ഡൗൺ ചെയ്യുക? ദാറ്റ് ഈസ് മൈ ക്വസ്റ്റ്യൻ. ഓക്കെ, ജസ്റ്റ് ഒന്ന് ആലോചിക്കണം. കാരണം നിങ്ങൾക്ക് പുതിയൊരു ടോപ്പിക്കിലേക്കാണ് നമ്മൾ ഇനി കടക്കാൻ പോകുന്നത്, ഒരു ഇക്വേഷനിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. സോ അതിനാണ് ഞാൻ എന്ത് ചെയ്തത്, ഇതിന്റെ ഡയമീറ്റർ കുറച്ചത്. Our answer is that at the end y rises more. അതായത് ബാലൻസിങ് പോയിട്ട്, അതായത് ഇവിടുത്തെ ഡയമീറ്റർ കുറച്ചാൽ എന്ത് ചെയ്യും, ഇവിടെ കിട്ടുന്ന പ്രഷർ ഇൻക്രീസ് ചെയ്യും. ദാറ്റ് ഈസ് ഇവിടെ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്ന പറഞ്ഞാൽ ഇവിടെ പ്രഷർ, ഇവിടെ കിട്ടുന്ന ഫോഴ്സ് അപ്വാർഡ് ഫോഴ്സ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. ദാറ്റ് ഈസ് y റൈസ് ചെയ്യും. ഓക്കെ, ബാലൻസ് തെറ്റി. സോ എക്സ് എന്ന എൻഡില് ഡൗൺ ചെയ്യും, എക്സ് സിറിഞ്ച് ഡൗൺ ചെയ്യും. ഓക്കെ, y എന്ന ഭാഗത്ത് എന്ത് ചെയ്യും, ഇത് റൈസ് ചെയ്യും, സിറിഞ്ച് റൈസ് ചെയ്യും, പിസ്റ്റൺ റൈസ് ചെയ്യും. എക്സ് പിസ്റ്റൺ ഡൗൺ ചെയ്യും, ഇത് ഡൗൺ ചെയ്യും, ഇത് റൈസ് ചെയ്യും. സോ ഇത് ബാലൻസ് ആക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പൊ രണ്ട് ഭാഗത്ത് 1 ന്യൂട്ടൺ ഉള്ളത്, 1 ന്യൂട്ടൺ ഉണ്ടായിട്ട് പോലും നമ്മൾ ഇവിടുത്തെ ഡയമീറ്റർ കുറച്ചപ്പോൾ ഈ 1 ന്യൂട്ടൺ അടക്കം ഈ ഒബ്ജക്റ്റ് അടക്കം റൈസ് ചെയ്തു. ഓക്കെ, ബാലൻസിങ് പോയിപ്പോ ഇതാണ് ഇപ്പൊ ടോപ്പിൽ നിൽക്കുന്നത്, ഇത് ഡൗണിലാണ് നിൽക്കുന്നത്. ക്ലിയർ. സോ ബാലൻസ് ചെയ്യാൻ നമ്മൾ ഇനി എവിടെ വെയിറ്റ് കൊടുക്കണ്ടേ, എവിടെ ഫോഴ്സ് കൊടുക്കണ്ടേ, ഇവിടെയാണ്. കാരണം ഇതാണ് താഴെ നിൽക്കുന്നത്. ക്ലിയർ. സോ ഇവിടെ പൊന്തിക്കണമെങ്കിൽ ഇത് പൊങ്ങാൻ ആവശ്യമായ, ഇത് റൈസ് ചെയ്യാൻ ആവശ്യമായ പ്രഷർ അഥവാ വെയിറ്റ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യണം. സോ ഇവിടെ 1 ന്യൂട്ടൺ ഇല്ല, സോ ഇവിടെ 1 ന്യൂട്ടൺ അപ്ലൈ ചെയ്താൽ ഇത് ബാലൻസ് ആവില്ല. കാരണം 1 ന്യൂട്ടൺ ഉണ്ടായിട്ടിപ്പോ റൈസ് ചെയ്തു, എപ്പോ ഡയമീറ്റർ ഏരിയ കുറച്ചപ്പോ. സോ എന്ത് ചെയ്യാം, ഇവിടെ 1 ന്യൂട്ടനേക്കാളും കുറച്ചും കൂടി വെയിറ്റ് കൊടുത്താലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് ബാലൻസ് ആവുള്ളൂ. സോ എന്താണ് നമ്മൾ ഇതെന്ന് മനസ്സിലാക്കിയത്? ഓക്കെ, വാട്ട് ഈസ് ഫോർ കൺക്ലൂഷൻ? അതായത് പാസ്കൽ ലോ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് എന്ത്, ഏരിയ. ഓക്കെ, അതുപോലെ തന്നെ അതിന്റെ ഉള്ളിലുള്ള ലിക്വിഡും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ ഹയർ സ്റ്റഡീസിൽ പഠിക്കും. ഇപ്പൊ നമുക്ക് ജസ്റ്റ് എന്ത് പഠിച്ചാൽ മതി, ഏരിയ പഠിച്ചാൽ മതി. ദാറ്റ് ഈസ് ഒരു ഭാഗത്തെ ഏരിയ കുറച്ചാൽ മറ്റേ ഭാഗത്ത് കിട്ടുന്ന പ്രഷർ അഥവാ ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, കൂടുതലായിരിക്കും. കാരണം നമ്മളിവിടെ 1 ന്യൂട്ടനെ കൊടുത്തിട്ടുള്ളൂ അല്ലെ, 1 ന്യൂട്ടൺ ഫോഴ്സ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളൂ, ഇവിടെ 1 ന്യൂട്ടൺ ആയിരുന്നു. രണ്ട് ഭാഗത്തും 1 ന്യൂട്ടൺ ആണ് അപ്ലൈ ചെയ്തത് അല്ലെ. അപ്പൊ എന്തായിരിക്കും, രണ്ടും സെയിം ലെവലിൽ ബാലൻസിങ് നിൽക്കണേ, രണ്ടും ഒരേ ലെവലിലാണ് നിൽക്കുന്നത്, ഒന്നും വെക്കാത്ത ഫീലാണ് അപ്പോൾ ഉള്ളത് അല്ലെ. നോ എഫക്ട്, രണ്ട് ഭാഗത്തും 1 ന്യൂട്ടൺ നിൽക്കുമ്പോൾ നോ എഫക്ട്. ഞാൻ എന്ത് ചെയ്തു, ഈ ഭാഗത്തെ ഡയമീറ്റർ ആണ് കുറച്ചു, അതായത് ഏരിയ, സിറിഞ്ചിന്റെ ഏരിയ കുറച്ചിട്ട് ഹൈറ്റ് സെയിം ആണ്, ഏരിയ കുറച്ചു. അപ്പൊ എന്ത് ചെയ്തു, ഈ ഭാഗം കൂടി പൊങ്ങി. ദാറ്റ് ഈസ് ഇവിടുത്തെ ഒരു ഭാഗത്ത് നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുന്ന ഭാഗത്തെ ഏരിയ കുറച്ചാൽ മറുഭാഗത്ത് കിട്ടുന്ന ഓപ്പോസിറ്റ് സൈഡിൽ കിട്ടുന്ന പ്രഷർ എന്തായിരിക്കും, ഹൈ ആയിരിക്കും. സോ ഏരിയ കുറഞ്ഞാൽ നമ്മൾ എവിടെയാണ് പ്രഷർ അപ്ലൈ ചെയ്യുന്നത് ആ ഭാഗത്തെ ഏരിയ കുറഞ്ഞാൽ എന്ത് ചെയ്യും, ഓപ്പോസിറ്റ് കിട്ടുന്ന ഫോഴ്സ് ഇൻക്രീസ് ചെയ്യും. ക്ലിയർ. ദിസ് ഈസ് ഓർ കൺക്ലൂഷൻ. സോ നമുക്ക് ഇത് ബാലൻസ് ചെയ്യാൻ എന്ത് വേണ്ടി വരും, ഇവിടെ അതായത് ഈ ഭാഗം പൊന്തിക്കാൻ എന്ത് ചെയ്യേണ്ടി വരും, y എന്ന ഭാഗത്ത് നമുക്ക് കൂടുതൽ ന്യൂട്ടൺ ഫോഴ്സ് അല്ലെങ്കിൽ കൂടുതൽ വെയിറ്റ് ഉള്ള ഒബ്ജക്റ്റ് വെക്കേണ്ടി വരും. ക്ലിയർ. സോ അവിടെ നമ്മുടെ കൺക്ലൂഷൻ ഇതാണ്, മറക്കണ്ട, ഏരിയ കുറഞ്ഞാൽ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഭാഗത്തെ ഏരിയ കുറഞ്ഞാൽ
ഓപ്പോസിറ്റിൽ കിട്ടുന്ന പ്രഷർ ഹൈ പ്രഷർ ആയിരിക്കും. എന്താ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് നോക്കുക. വാട്ട് ഈസ് ദ റീസൺ? എന്തായിരിക്കും കാരണം? അതായത് ഇവിടെ എന്തേ ഉള്ളൂ, ലിക്വിഡിന്റെ എമൗണ്ട് കുറവാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഏരിയ കുറയാന്ന് പറഞ്ഞാൽ അത്രയും ലിക്വിഡ് കുറഞ്ഞില്ലേ, കാരണം അത്രയും ഭാഗത്തെ ഹൈറ്റ് ഉണ്ടായിരിക്കും. കാരണം ഏരിയ കുറഞ്ഞാന്ന് പറഞ്ഞാൽ ഇത്ര ലിക്വിഡ് അതിൽ ഉണ്ടായിരിക്കുള്ളൂ. ക്ലിയർ? എന്നാ ഇവിടെ നോക്കൂ, രണ്ടും സെയിം ഹൈറ്റ് ആണ്, എന്നാൽ ഏതിലെ എമൗണ്ട് കൂടുതലുണ്ട്? ഇത്ര ഇല്ല കേട്ടോ, അത്രയേ ഉള്ളൂ. ഇതിന്റെ ഏരിയ ഇത്രയേ ഉള്ളൂ. ക്ലിയർ? ഏത് രണ്ടും സെയിം ഹൈറ്റ് ആണ്, ഏതിലെ എമൗണ്ട് കൂടുതലുണ്ടായിരിക്കാം? ഇതിലാണ്. സോ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് ഇതിലൊക്കെ ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇതിലൊക്കെ പോയിട്ട് എന്ത് ചെയ്യും? ഇവിടെ എത്തും. സോ ഇവിടെ എന്തുണ്ട്? കൂടുതൽ ലിക്വിഡ് ഉണ്ട്. സോ അത്രയും നമ്മൾ ഇവിടെ എത്രയാണോ നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സ്, ഈ ഫോഴ്സ് മൊത്തം എവിടെ കിട്ടും? ഈ ഭാഗത്ത് മൊത്തം കിട്ടും, ലിക്വിഡിന്റെ എല്ലാ പാർട്ടിലും കിട്ടും. സോ ഇവിടെ ലിക്വിഡിന്റെ എമൗണ്ട് കൂടുതലാണ്. ക്ലിയർ? അതുകൊണ്ട് നമ്മൾ കുറഞ്ഞ ലിക്വിഡിൽ നമ്മൾ ഫോഴ്സ് കൊടുത്തുള്ളൂ. സോ നമുക്ക് കുറഞ്ഞ ഫോഴ്സ് കൊടുത്താൽ മതി, കാരണം കുറഞ്ഞ ലിക്വിഡേ ഉള്ളൂ. പക്ഷെ ഓപ്പോസിറ്റ് എന്തുണ്ട്? ലിക്വിഡിന്റെ, അതായത് നമ്മൾ ലിക്വിഡ് എടുത്തിരിക്കുന്ന ഏരിയ കൂടുതലാണ്. സോ അത്രയും ലിക്വിഡ് ഉണ്ടായിരിക്കും. സോ ആ ലിക്വിഡിൽ മൊത്തം എന്ത് ചെയ്യും? അക്കോർഡിംഗ് ടു പാസ്കൽ ലോ ലിക്വിഡിന്റെ എല്ലാ പാർട്ടിലേക്കും എന്ത് കിട്ടും? നമ്മൾ എത്ര ഫോഴ്സ് കൊടുത്താലും ആ ഫോഴ്സ് മൊത്തം എത്ര ലിക്വിഡ് ഉണ്ടോ ആ ലിക്വിഡിലേക്കൊക്കെ ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. സോ ഇവിടെ കിട്ടുന്ന ഫോഴ്സ് എന്തായിരിക്കും? കൂടുതലായിരിക്കും, കാരണം ഇത്ര ലിക്വിഡ് ഇല്ലേ. അപ്പൊ ഇത്ര ലിക്വിഡിന്റെ എല്ലാ ഭാഗത്തും എന്തെത്തും? നമ്മൾ ചെറിയ ഫോഴ്സ് കൊടുത്താൽ തന്നെ ആ ഫോഴ്സ് ഈക്വൽ ആയിട്ട് എല്ലാ ഭാഗത്തേക്കും കിട്ടും. ദാറ്റ് ഈസ് പാസ്കൽ ലോ. സോ അവിടെ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്ത ഫോഴ്സ് എല്ലായിടത്തും ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. സോ ഇവിടെ കിട്ടുന്ന ഫോഴ്സ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ക്ലിയർ? കാരണം എന്താ? ഇവിടെ ഏരിയ കൂടുതലാണ്, ലിക്വിഡിന്റെ എമൗണ്ട് കൂടുതലാണ്. സോ നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് ഇത്രയും ഏരിയയിൽ കിട്ടുന്നുണ്ട്. സോ അത്രയും ഏരിയയിൽ ഫോഴ്സ് കിട്ടുന്ന ഫോഴ്സ് കൂടുതലായിരിക്കില്ലേ. സോ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി ഇത് റൈസ് ചെയ്യും. ദാറ്റ് ഈസ് റീസൺ. ക്ലിയർ? സോ നമുക്ക് എന്ത് ചെയ്യാം? കൺക്ലൂഡ് ചെയ്യാം. ഇത് നമുക്കൊരു ഇക്വേഷനിലേക്ക് ഫോം ചെയ്യാം. സോ ജസ്റ്റ് നിങ്ങൾ ഈ ഫിഗർ ഒന്ന് ചെക്ക് ചെയ്യാം. നിങ്ങൾ ഞാൻ പറഞ്ഞ നേരത്തെ ഹൈഡ്രോളിക് വാഷിംഗ് അല്ലെ, നിങ്ങൾ സർവീസ് സ്റ്റേഷനിലേക്ക് പോയാൽ വെഹിക്കിൾസ് പൊന്തി നിൽക്കുന്നത് കണ്ടിട്ടുണ്ടാവും അല്ലെ. ജസ്റ്റ് ഒരു ലിവർ ചേഞ്ച് ചെയ്താൽ ഈ വെഹിക്കിൾ പൊന്തും. അത് ജസ്റ്റ് ചെറിയൊരു പ്രഷർ കൊടുത്താൽ തന്നെ കാറാണെങ്കിലും ബസ്സാണെങ്കിലും ലോറി ആണെങ്കിലും ഒക്കെ എന്ത് ചെയ്യും? ഇത് റൈസ് ചെയ്യും, വെഹിക്കിൾ നമുക്ക് പൊന്തി കിട്ടും. ക്ലിയർ? സോ ജസ്റ്റ് ചെറിയൊരു പ്രഷർ അവിടെ മറുഭാഗത്ത് അപ്ലൈ ചെയ്യുന്നുണ്ട്. ആ ചെറിയ പ്രഷറാണ് ഇത്രയും വലിയ കാറിനെയും ബസ്സിനെയും ഒക്കെ പൊന്തിക്കുന്നത്. അല്ലാതെ അവിടുത്തെ ജോലിക്കാരെല്ലാവരും കൂടി പൊന്തിക്കല്ല. ക്ലിയർ? ജസ്റ്റ് ഒരു ലിവർ, ഇപ്പോ എക്സ്കവേറ്റർ അല്ലെ, JCB ഒരൊറ്റ ആളെ കൺട്രോൾ ചെയ്യുന്നുള്ളൂ. ജസ്റ്റ് ഒരു ലിവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുന്നുള്ളൂ, ഒരു ഗിയർ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. ക്ലിയർ? സോ ചെറിയൊരു പ്രഷർ അവിടെ കൊടുക്കുന്നുള്ളൂ, പക്ഷെ മറുഭാഗത്ത് എന്ത് കിട്ടുന്നുണ്ട്? വലിയ ഫോഴ്സ് കിട്ടുന്നുണ്ട്. ക്ലിയർ? ഇപ്പൊ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ JCBയുടെ വർക്കിംഗ് പ്രിൻസിപ്പിളും ഒക്കെ മനസ്സിലാവും. JCB ക്രെയിന് അല്ലെ, ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് ബ്രേക്ക്, അതിന്റെ പ്രിൻസിപ്പിൾ ഒക്കെ മനസ്സിലാവും. ജസ്റ്റ് നമ്മൾ ഇവിടെ ചെറിയ പ്രഷറെ കൊടുക്കുന്നുള്ളൂ, പക്ഷെ മറുഭാഗത്ത് അതിന്റെ എത്രയോ ഇരട്ടി, എത്രയോ മടങ്ങ് ഫോഴ്സ് അവിടെ കിട്ടുന്നുണ്ട്. ക്ലിയർ? അപ്പൊ നമ്മൾ ചെറുത് കൊടുത്താൽ മതി, ഓപ്പോസിറ്റ് എന്ത് കിട്ടും? വലുത് കിട്ടും. സോ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഇക്വേഷൻ ഫോം ചെയ്യാം. അതായത് കൊടുക്കേണ്ട ഫോഴ്സും കിട്ടേണ്ട ഫോഴ്സും കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ. സോ ഞാൻ ഇത് മായ്ക്കുന്നുണ്ട്. ക്ലിയർ ആയിട്ട് വിചാരിക്കുന്നു. ജസ്റ്റ് നിങ്ങൾ ആ ഫിഗർ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഒരു കാറ് പൊന്തിക്കുന്ന ഫിഗറാണ് അവിടെ ഉള്ളത് അല്ലെ. ചെറിയൊരു ഫോഴ്സേ കൊടുക്കുന്നുള്ളൂ. ജസ്റ്റ് ഞാൻ വരച്ചുതരാം. ഇങ്ങനെ കാണാൻ പറ്റും ഏരിയ അല്ലെ. ഇതിലാണ് ലിക്വിഡ്. ഓക്കെ, ഇവിടെയാണ് എന്ത് നോക്കുന്നത്? നമ്മുടെ കാറ് പൊങ്ങി നിൽക്കുന്നത് ഈ ഭാഗത്താണ്. നമ്മുടെ കാറ് പൊങ്ങിയിരിക്കുന്നത് കണ്ടില്ലേ? ഓക്കെ, ഇവിടുത്തെ ഏരിയ നോക്കൂ, വളരെ കുറഞ്ഞ ഏരിയ ഉള്ളൂ. സോ നമ്മൾ ഈ ഭാഗം ഇത്ര ലിക്വിഡിലെ വളരെ കുറച്ച് പ്രഷർ നമുക്ക് കൊടുത്താൽ മതി. സോ നമ്മൾ ഇവിടെ കൊടുക്കുന്ന പ്രഷർ മൊത്തം ഈ ഭാഗം മൊത്തം കിട്ടും. ഓക്കെ, നമ്മൾ എത്ര പ്രഷറാണ് കൊടുക്കുന്നത് അത് മൊത്തം ഈ ഭാഗം മൊത്തം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. സോ അതൊരു ഹൈ
ഫോഴ്സ് അല്ലെങ്കിൽ ഹൈ പ്രഷർ ആയിട്ട് മാറും. സോ ആ പ്രഷർ എന്തിന് ഈക്വൽ ആയിരിക്കും? ഈ കാർ പൊന്തിക്കാൻ ആവശ്യമായ പ്രഷറിനൊക്കെ ഈക്വൽ ആയിരിക്കും. പക്ഷെ നമ്മൾ എത്ര കൊടുത്തിട്ടുള്ളൂ? ചെറിയൊരു പ്രഷറേ കൊടുത്തിട്ടുള്ളൂ. ക്ലിയർ? നമ്മൾ ഇവിടെ കൊടുക്കുന്ന ഫോഴ്സ് F1 ആണ്. ഇവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് A1 ആണ്. ഇവിടെ കിട്ടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് F2 ആണ്. ഇവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് A2 ആണ്. Okay, so A2 is higher than that of A1. F2 is higher than that of F1. So we can say that when a force F1 is applied on the piston X, ഈ piston ഞാൻ വിളിച്ചു, ഈ piston ഞാൻ X എന്ന് വിളിച്ചു, X, ഈ piston ഞാൻ Y എന്ന് വിളിച്ചു, Y. So A1 is the area of cross section of the smaller piston and A2 that of the bigger one. അല്ലെ? A1 smaller ആണ്, A2 bigger ആണ്. When a force F1 is applied on the piston X, a force F2 will experience on the piston Y. അതായത് X എന്ന പിസ്റ്റണിൽ F1 എന്ന ഫോഴ്സ് ഞാൻ അപ്ലൈ ചെയ്താൽ ഈ ഫോഴ്സ് ഇവിടെ ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, ഈ ലിക്വിഡ് മൊത്തം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഇവിടെ എത്തും. സോ ഇവിടെ എത്തുമ്പോൾ ആ ഫോഴ്സ് എന്തായിരിക്കും? ഹയർ ഫോഴ്സ് ആയിരിക്കും. അതിനാണ് എന്ത് വിളിച്ചത്? F2 എന്ന് വിളിച്ചത്. എന്തുകൊണ്ടാണ് നമ്മൾ അവിടെ കൊടുത്ത ഫോഴ്സ് ഇവിടെ എത്തിയപ്പോൾ ഹൈ ഫോഴ്സ് ആയിട്ട് മാറിയത്? അതായത് ഇവിടെ ഉള്ള ഏരിയ കൂടുതലാണ്. അതായത് ഇത്രയും ഏരിയയിൽ എന്തുണ്ട്? ലിക്വിഡ് ഉണ്ട്. സോ ഇത്രയും ലിക്വിഡിൽ മൊത്തം നമ്മൾ കൊടുത്ത ഫോഴ്സ് ഈക്വൽ ആയിട്ട് കിട്ടും. സോ അതൊരു ഹൈ ഫോഴ്സ് ആയിട്ട് മാറും. ക്ലിയർ? Then according to Pascal's law, pressure applied on the side X will be equal to the pressure experienced on the side Y. അതായത് നമ്മൾ എത്ര പ്രഷറാണ് ഇവിടെ കൊടുത്തത് അത്രയും പ്രഷർ എന്ത് കിട്ടും? ഇവിടെ കിട്ടുന്നുണ്ട്. ക്ലിയർ? So according to Pascal's law, pressure applied on the piston X will be equal to pressure gauge at the piston Y. നമ്മൾ X എന്ന പിസ്റ്റണിൽ എത്ര പ്രഷറാണ് അപ്ലൈ ചെയ്തത് അത്രയും പ്രഷർ എവിടെ കിട്ടുന്നുണ്ട്? Y യിൽ കിട്ടുന്നുണ്ട്. പ്രഷർ ഈക്വൽ ടു നമുക്കറിയാം പ്രഷർ P ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ അല്ലെ? പ്രഷർ P ഈക്വൽ ടു ഫോഴ്സ് ബൈ, സോ we can replace pressure by force by area. So X എന്ന ഭാഗത്ത് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് എത്രയാണ്? F1 ആണ്. അവിടുത്തെ ഏരിയ A1 ആണ്. സോ F1 A1 ഈക്വൽ ടു Y എന്ന ഭാഗത്തുള്ള ഫോഴ്സ് F2 ആണ്, ഏരിയ A2 ആണ്. സോ F2 A2. ക്ലിയർ? സോ നമുക്ക് എന്ത് കിട്ടണം? അപ്പുറത്ത് കിട്ടുന്ന ഫോഴ്സ് ആണ് കിട്ടുന്നത്. സോ F2 കിട്ടണമെങ്കിൽ എന്ത് ചെയ്യാം? F2 ഈക്വൽ ടു കിട്ടണം. സോ F2 ആണ് നിർത്തി, ഈക്വാലിറ്റിക്ക് അപ്പുറത്ത് F2 നിർത്തി, എന്നിട്ട് ഈ A2 നേരെ ദിശയിലേക്ക് കൊണ്ടുവന്നു. സോ ഇവിടെ ഡിവൈഡ് ബൈ എന്നത് ഇങ്ങോട്ട് വരുമ്പോ മൾട്ടിപ്ലൈ ആവും അല്ലെ? സോ എന്ത് ചെയ്യാം? F1 into A2 divided by A1. So we can write F2 equal to A2 by A1 separate ആയിട്ട് എഴുതാം അല്ലെ? A2 by A1 ഏരിയനെ മാത്രം ഒരു സെപ്പറേറ്റ് ആയിട്ട് എഴുതു ഇൻറ്റു F1 നിർത്തി എഴുതുമ്പോൾ F2 ഈക്വൽ ടു A2 by A1 into F1. This is our equation. Okay, so this is the equation for F2. That is നമ്മൾ F1 ഫോഴ്സ് കൊടുത്താൽ നമുക്കത് എത്ര മടങ്ങായിട്ട് കിട്ടുന്നത്? നമ്മൾ കൊടുത്ത ഫോഴ്സ് അപ്ലൈ ചെയ്ത ഫോഴ്സ് ഇൻറ്റു A2 by A1. സോ ഈ ടേം കൂടി വലുതായാലേ നമുക്ക് കിട്ടുന്ന ഫോഴ്സ് ഒരു ഹയർ ഫോഴ്സ് ആവുള്ളൂ. സോ ഈ ടേം വലുതാവണമെങ്കിൽ എന്ത് ചെയ്യണം? അടിയിലുള്ള ടേം ഡിവൈഡ് ബൈ ഉള്ള സംഖ്യ കുറയണം. കാരണം അടിയിലുള്ള സംഖ്യ കൂടിയാൽ എന്ത് ചെയ്യും? ആൻസർ ചെറുതാവും അല്ലെ? സോ അടിയിലുള്ള നമ്പർ മാക്സിമം ചെറുതാക്കണം. അതായത് ഏരിയ A1 ചെറുതാക്കണം. ഐഡിയ കിട്ടോ? സോ ദാറ്റ് ഈസ് വൈ ദ ഏരിയ വിൽ സ്മോളർ ഇൻ ദ പിസ്റ്റൺ X. ക്ലിയർ? അതായത് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന പ്രഷർ അപ്ലൈ ചെയ്യുന്ന ഭാഗത്ത് ഏരിയ കുറയ്ക്കാനുള്ള കാരണം അതാണ്. ഓക്കെ, ഇക്വേഷൻ വെച്ചിട്ടാണ്. ക്ലിയർ? ദാറ്റ് ഈസ് A1 കുറഞ്ഞാൽ A1 എത്രത്തോളം കുറയുന്നോ അത്രത്തോളം എന്ത് നമ്മുടെ ആൻസർ ഹൈ ആവും. അതുപോലെ തന്നെ A1 കുറയ്ക്കുക, അറ്റ് ദ സെയിം ടൈം A2
ഇൻക്രീസ് ചെയ്യാം. അതിൽ ഏറ്റവും കൂട്ടിയാലും എന്ത് ചെയ്യും? ആൻസർ കൂടും. ക്ലിയർ? അതായത് അടിയിലുള്ള സംഖ്യ കുറഞ്ഞാലും മുകളിലുള്ള സംഖ്യ കൂടിയാലും എന്ത് ചെയ്യും? നമുക്ക് കിട്ടുന്ന ആൻസർ ഹൈ ആയിരിക്കും. ക്ലിയർ? സോ A1 കുറയ്ക്കുക, A2 കൂട്ടുക, ഫോഴ്സ് നമ്മൾ എത്ര അപ്ലൈ ചെയ്താലും കിട്ടും. ഇതിന്റെ മൾട്ടിപ്ലൈ ആയിട്ട് നമുക്ക് കിട്ടും. സോ നമ്മൾ എന്താ ഡിപ്പെൻഡ് ചെയ്യേണ്ടത്? ഫോഴ്സ് നമ്മൾ കുറെ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമ്മൾ ചെറിയൊരു ഫോഴ്സ് കൊടുത്താൽ മതി. നമ്മൾ എന്ത് അഡ്ജസ്റ്റ് ചെയ്യാം? കൊടുക്കുന്ന ഫോഴ്സ് കൊടുക്കുന്ന ഭാഗത്തെ ഏരിയ കുറയ്ക്കുക, കിട്ടുന്ന ഭാഗത്തെ ഏരിയ മാക്സിമം ഇൻക്രീസ് ചെയ്യിപ്പിക്കാം. ക്ലിയർ? സോ നമുക്ക് എന്ത് കിട്ടും? ഒരു ഹൈ ഫോഴ്സ് കിട്ടും. ദാറ്റ് ഈസ് F2. Clear? So this is our equation. F2 equal to A2 by A1 into F1. This is our final equation. Clear? So ഇത് വെച്ച് നമുക്ക് ചെറിയൊരു പ്രോബ്ലം ചെയ്യാം. Our question is that if the area of cross section of the second piston is 100 times that of the first piston, that is നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുന്ന ഭാഗത്തെ ഏരിയയുടെ 100 ടൈംസ് ആണ് നമുക്ക് കിട്ടുന്ന സെക്കൻഡ് പിസ്റ്റന്റെ ഭാഗത്തെ ഏരിയ എങ്കിൽ അവിടെ കിട്ടുന്ന F2 ഫോഴ്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? അതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ഹിയർ A1 ആണ്, ഇവിടുത്തെ ഏരിയ A1 ആണ്. ഇതിന്റെ 100 ടൈംസ് ആണ് എന്ത്? ഇവിടുത്തെ ഏരിയ. സോ നമുക്ക് എന്ത് കൊടുക്കാം? A2 ഈക്വൽ ടു 100 A1. ക്ലിയർ? അതായത് ഇവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് ഇവിടുത്തെ ഏരിയനേക്കാളും 100 ടൈംസ് ബിഗർ ആണ്. ക്ലിയർ? അതായത് 100 ഇരട്ടിയാണ് ഇവിടുത്തെ ഏരിയ. ക്ലിയർ? സോ ഇവിടെ ചെറിയൊരു ഏരിയ ഉള്ളൂ, അതിന്റെ 100 ഇരട്ടി ഏരിയയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഫോഴ്സ് എത്രയായിരിക്കും? സോ our equation is F2 equal to A2 by A1 into F1 എന്നാണ്. ഇവിടെ A2 എന്താ? 100 A1. So 100 A1 divided by A1. A1 എത്രയാണ്? Into F1. So F2 കിട്ടും. So നമുക്ക് എന്ത് ചെയ്യാം? A1 ഉം A1 ഉം കട്ട് ചെയ്യാം അല്ലേ? അടിയിലും മുകളിലും സെയിം സാധനം കട്ട് ചെയ്ത് ഒഴിവാക്കാം. സോ എന്ത് കിട്ടും? F2 equal to 100 into F1. That is, അതായത് നോക്കൂ, 100 into F1. നമ്മൾ എത്രയാണോ F1 കൊടുത്തത് അതിന്റെ 100 ടൈംസ് ആയിരിക്കും F2. So if F1 is 1 Newton, F1 1 Newton ആണ് നമ്മൾ കൊടുത്തതെങ്കിൽ നമുക്ക് കിട്ടുന്ന F2 എത്ര ആയിരിക്കും? അതിന്റെ 100 ടൈംസ്, ദാറ്റ് ഈസ് 100 Newton. അപ്പൊ 1 ന്യൂട്ടൺ കൊടുത്താൽ 100 ന്യൂട്ടൺ ഇവിടെ കിട്ടും. ക്ലിയർ? അപ്പൊ എന്താ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്? ജസ്റ്റ് ഏരിയ ഇൻക്രീസ് ചെയ്താൽ മതി. ക്ലിയർ? ഇവിടുത്തെ ഏരിയ കൊടുക്കുന്ന ഭാഗത്തെ ഏരിയ കുറയ്ക്കുക, കിട്ടുന്ന ഭാഗത്തെ ഏരിയ മാക്സിമം ഇൻക്രീസ് ചെയ്യിപ്പിക്കുക. ക്ലിയർ? സോ നമ്മള് സോ ചെറിയൊരു പ്രഷർ കൊടുത്താൽ തന്നെ നമുക്ക് എന്ത് കിട്ടും? വലിയൊരു പ്രഷർ അപ്പുറത്ത് കിട്ടും. So we can say that means the large piston will experience a force of 100 Newton when a force of 1 Newton is applied on the small piston. അതായത് small piston 1 Newton അപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? large piston 100 Newton force കിട്ടും. Clear? The amount of work done on the two sides of the tube is equal. അതായത് നമ്മൾ രണ്ട് ഭാഗത്ത് കിട്ടുന്ന വർക്ക് ഡൺ എന്താണ്? ഈക്വൽ ആണ് അല്ലെ? നമ്മളിവിടെ ചെറിയ പ്രഷർ കൊടുക്കുന്നുള്ളൂ, ആ ഇവിടെ കിട്ടുന്ന പ്രഷർ ഈക്വൽ ആണ്. ബട്ട് ദ ഫോഴ്സ് ഈസ് high because area എന്താണ്? high ആണ്. Clear? Therefore, if the section Y is to be raised by 1 centimeter, the section X has to be lowered by 100 centimeter. അതായത് ഇത് മീൻ ചെയ്യുന്ന എന്താ? അതായത് ഇവിടെ 1 സെന്റിമീറ്റർ ആയിട്ട് കുറച്ചാൽ ഇവിടെ 100 സെന്റിമീറ്റർ ആയിട്ട് ഇൻക്രീസ് ചെയ്യിപ്പിക്കണം ഏരിയ. സോ ഇവിടെ ഏരിയ കുറയ്ക്കണം, ഇവിടെ ഏരിയ കൂട്ടണം. മനസ്സിലായോ? ഓക്കെ, ഇവിടെ 1 സെന്റിമീറ്റർ ആണ് ഏരിയ എങ്കിൽ ഇവിടുത്തെ ഏരിയ എത്ര ആയിരിക്കണം? 100 സെന്റിമീറ്റർ ആയിരിക്കണം. എന്നാലും നമുക്ക് എത്ര കിട്ടുള്ളൂ? ഇത്ര ഫോഴ്സ് നമുക്ക് കിട്ടുള്ളൂ. ക്ലിയർ? ഇപ്പൊ ജസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം. ഓക്കെ, അപ്പൊ ഒരു ബാസ്കറ്റിലോ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു പ്രോബ്ലം തന്നെയാണ്. ആ പ്രോബ്ലം ജസ്റ്റ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. സോ നിങ്ങളിത് ബാസ്കറ്റിലോ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. ജസ്റ്റ് ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. ജസ്റ്റ് ഈ ഇക്വേഷനിൽ ഈ വാല്യൂസ് ഒന്ന് ഇട്ട് കൊടുക്കുക, ആൻസർ കിട്ടും. ഓക്കെ, അത്രേ ഉള്ളൂ പ്രോബ്ലം. വളരെ സിമ്പിൾ പ്രോബ്ലം ആണ്. ജസ്റ്റ് എന്ത് വരുന്നുണ്ട്? പോയിന്റ് വാല്യൂസ് ആണ് വരുന്നത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക? കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, സോ സീ യു ഓൺ ദി നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.